إنما ഏറ്റവും സ്നേഹ ബഹുമാനാദരങ്ങൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടലും പിരിയലും ഈ സംഗമവേദിയും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. അല്ലാഹു പൊരുത്തപ്പെട്ടത് മാത്രം പറയുവാനും സദാത് മാത്രം കൈകാര്യം ചെയ്യാനും നമ്മുടെ മനസ്സിനെയും നാവിനെയും ശരീരത്തെയും അല്ലാഹു തആല പാകപ്പെടുത്തി തരുമാറാകട്ടെ. ഇസ്ലാം അതൊരു വലിയ പ്രത്യാശാസ്ത്രമാണ്. ജീവിതത്തിൽ ഇസ്ലാം തൊടാതെ പോയ ഒരു സംഭവവുമില്ല. എല്ലാ മേഖലകളെയും മുഴുവൻ സംഭവങ്ങളെയും ഇസ്ലാം സ്പർശിച്ചിട്ടുണ്ട്. കുറ്റമറ്റ രീതിയിൽ നിയമങ്ങൾ അല്ലാഹു തആല തന്നെ സംസ്ഥാപിച്ചു വച്ചിട്ടുമുണ്ട്. പടപ്പുകൾക്ക് പടച്ചവൻ തന്നെ നിയമം ഉണ്ടാക്കി വെച്ച ഒരു മതം ഇസ്ലാം മാത്രമേ ഉള്ളൂ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യൻ്റെ സാമ്പത്തികമായ ഇടപാടുകളിലുള്ള നിയമങ്ങൾ. സമ്പത്ത് അല്ലാഹു തന്നതാണ്. അവയെ എவ்விധം ചെലവഴിക്കണം എന്നതും അല്ലാഹു തന്നെ പറയണം. അല്ലാഹുവിൻ്റെ ഈ വിഷയത്തിലുള്ള നിർദ്ദേശം വളരെ ചിന്തനീയമാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നമ്മൾ അവർക്ക് കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കും. അല്ലാഹുവിൻ്റെ പ്രശംസിച്ചു പറഞ്ഞ, മുഅ്മിനീങ്ങളെ പുകഴ്ത്തി പറഞ്ഞ ഒരു സ്ഥലത്തെ വചനമാണ് ഓതിയത്. ഒന്നും അവരുടേതല്ലായിരുന്നു, എല്ലാം അല്ലാഹു തന്നതാണ്. അല്ല തന്നതേ നിങ്ങളോട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും നിങ്ങളുടേതായി നിങ്ങൾ നൽകേണ്ടതില്ല. ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥ എല്ലാ മതക്കാരാലും മുഴുവൻ ജനങ്ങളാലും ഇന്ന് വാഴ്ത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ, ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ പൊന്നാനിയിൽ കൊണ്ടുപോയി തൊപ്പിയിട്ടാൽ ഇന്ത്യ രക്ഷപ്പെടും എന്ന് പറഞ്ഞ മഹാന്മാരും മഹാമനീഷികളും നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ നമ്മുടെ മതത്തിൽപ്പെട്ടവരല്ലായിരുന്നു. അഥവാ ഇന്ന് സമൂഹത്തിന് രക്ഷപ്പെടാൻ ഇസ്ലാമിലെ സാമ്പത്തിക ക്രമവും അതിൻ്റെ വിനിമയ ചട്ടങ്ങളും പാലിക്കപ്പെട്ടാൽ മാത്രം രക്ഷപ്പെടാം എന്നാണ് അതിൽ ഉദ്ഘോഷിച്ചിട്ടുള്ളത്. ഇസ്ലാമിനെപ്പറ്റി ആരൊക്കെ പഠിച്ചാലും പഠിച്ചവർ മുഴുവനും ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ
പാകപ്പെട്ടിട്ടുണ്ട്. ഹിദായത്താകുന്ന വെള്ളി വെളിച്ചവും അവർക്ക് ലഭ്യമാകണം എന്നത് മറ്റൊരു സംഭവമാണ്. എങ്കിൽ നമ്മൾക്ക് ഇന്ന് ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയുമായി, ഇസ്ലാമിലെ സക്കാത്ത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അല്പം നമ്മൾക്ക് വിശകലനം ചെയ്യാം. സദസ്സ് ചോദിക്കുകയും അറിവുള്ളത് പറയുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഒരു ശൈലി. കൂടുതൽ ആളുകളിലേക്ക് ഇതിൻ്റെ ഉപകാരം പ്രസരണം ചെയ്യട്ടെ എന്നുകൂടി ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഈ വേദി. അല്ലാഹു തആല നമ്മിൽ നിന്ന് ഇത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. സക്കാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം സാംശീകരണം എന്നും വളർച്ച എന്നുമാണ്. പുരോഗതി എന്നും സംശുദ്ധീകരിക്കൽ എന്നുമാണ് സക്കാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം. ഈ ഭാഷാർത്ഥവുമായി ഇസ്ലാമിലെ സക്കാത്ത് അഭേദ്യമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മൊത്തമുള്ള സ്വത്തിൽ നിന്ന് 40-ൽ 1 ഭാഗം 8 അവകാശികളുടേതാണ്. ഒരു വർഷം തൻ്റെ കയ്യിൽ സൂക്ഷിച്ച സമ്പത്തിൽ 1 വർഷം തികയുകയും നിശ്ചയിച്ച അളവ് എത്തുകയും ചെയ്ത 1 വർഷം തികഞ്ഞ സമ്പത്തിൻ്റെ അവകാശി ചാന്ദ്രിക വർഷമനുസരിച്ച് ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ ഇങ്ങനെയുള്ള അറബി മാസം ചാന്ദ്രിക മാസമനുസരിച്ച് 1 കൊല്ലം വട്ടം കറങ്ങി വരുമ്പോൾ അതിൽ 8 അവകാശികൾ കൂടി കടന്നു വരികയാണ്. 595 ഗ്രാം വെള്ളിയുടെ വിലയായ ഈ ഒരാഴ്ച 2 ആഴ്ച ഉള്ളിലുള്ള നിലവാരമായ 32,011 രൂപ 1 വർഷം തൻ്റെ കയ്യിൽ അതേ നോട്ട് നിലനിന്നാൽ ചാന്ദ്രിക വർഷമനുസരിച്ച് 1 വർഷം തികയുമ്പോൾ അത് 9 ആളുകളുടെ അവകാശമായി. 1 അവനും ബാക്കി 8 അവകാശികളും. 8 എന്ന് പറഞ്ഞാൽ പോരാ, 8 സെറ്റ് അവകാശികൾ. ഒരു 10 രൂപയോ 100 രൂപയോ 1000 രൂപയോ സക്കാത്തായി കൊടുക്കുമ്പോഴേക്ക് വാങ്ങുന്നവൻ ചെറുതാകേണ്ടതില്ല. വാങ്ങുന്നവനും എന്നെപ്പോലൊരു അവകാശി. അവൻ്റെ കാശ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് അവന് കൊടുക്കുകയാണ്. അതുകൊണ്ട് അവകാശികളിലേക്ക് സക്കാത്ത് നീക്കുന്നവൻ ആളാകേണ്ട കാര്യമില്ല. എൻ്റെ ഒരവകാശം എന്നിൽ നിന്ന് ഞാൻ മാറ്റുകയാണെന്ന് കരുതിയാൽ മതി. സക്കാത്ത് നൽകലോടുകൂടി ആ സമ്പത്തിന് ഒരു വളർച്ച വരുന്നു. ആ വളർച്ച ആത്മീയമായ വളർച്ചയാണ്, അല്ല, ആ വളർച്ച ശരിക്കും പ്രകടമായ വളർച്ചയാണ്. അതുകൊണ്ട് സക്കാത്ത് നൽകുമ്പോഴാണ് ആ മുതല് കെട്ടിക്കിടക്കാത്ത കൂടുതൽ ചെലവഴിച്ചു പോകുന്ന ഒരു സമ്പത്തായി മാറുന്നുള്ളൂ. അപ്പോൾ പുരോഗതി എന്ന ഭാഷാർത്ഥമായും സംശുദ്ധി എന്ന ഭാഷാർത്ഥമായും അവൻ്റെ സക്കാത്താകുന്ന ഇസ്ലാമിലെ സക്കാത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞു, അഭേദ്യമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്ന് സുവ്യക്തം. സക്കാത്ത് നൽകുന്നത് അതിൽ ഒരുപാട് ഹിക്മത്തുകൾ ശരീഅത്ത് വെച്ചിട്ടുണ്ട്. സക്കാത്ത് നൽകുന്നതിൻ്റെ ഒരു ഹിക്മത്ത് ഇത് നോക്കി നിൽക്കുന്ന സാധുക്കളുടെ മനം വേദനിച്ചു പോയോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. അഥവാ കസ്റു ഖുലൂബിൽ മുസ്തഹിഖീൻ, അവകാശികളുടെ മനം പൊട്ടിപ്പോയോ എന്ന ഒരു ചർച്ച സക്കാത്ത് നൽകപ്പെടുന്ന വിഷയത്തിലുണ്ട്.
അതുകൊണ്ടാണ് സ്വർണത്തിനും വെള്ളിക്കും സക്കാത്തുണ്ടായപ്പോൾ, കറൻസിക്ക് സക്കാത്തുണ്ടായപ്പോൾ മാണിക്യത്തിനും പച്ചക്കോമേതകത്തിനും രത്നത്തിനുമൊന്നും സക്കാത്തില്ലാതെ പോയത്. കാരണം രത്നവും മാണിക്യവും പച്ചക്കോമേതകവും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരാളുടെ കൽബും പൊട്ടില്ല. അതൊറ്റപ്പെട്ട സംഭവമായേ കാണുകയുള്ളൂ. അത് വലിയ രാജാക്കന്മാരുടെയോ ജന്മിമാരുടെയൊക്കെ ഷോക്കേസിലും അവരുടെ അധീനതയിലും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരാളുടെയും കൽബ് പൊട്ടേണ്ട കാര്യമില്ല. നമ്മൾക്കും അതിൻ്റെ ഭംഗി ആസ്വദിക്കാം. അതേസമയം സ്വർണം, വെള്ളി, കറൻസി എന്നതൊക്കെ സാധാ ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കളാകുമ്പോൾ അത് മറ്റൊരുത്തനിൽ കാണുകയും അത് നിത്യോപയോഗ സാധനങ്ങളെപ്പോലെ വിനിമയം ചെയ്യുന്ന ഘടകമാകുമ്പോൾ അത് നമ്മുടെ കയ്യിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ സാധുക്കളുടെ മനം പൊട്ടിപ്പോകും. ആ മനം പൊട്ടലിന് ഒരു പരിഹാരം, അവനെ നമ്മൾക്കൊന്ന് സന്തോഷിപ്പിക്കാം. ഇത് സക്കാത്തിൻ്റെ ഒരു ഉൾപ്പൊരുളാണ്. ഈ ഉൾപ്പൊരുൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തുകൊണ്ട് എന്ന ഒരു ചോദ്യത്തിന് മറുപടി വന്നു. രത്നവും മാണിക്യവും പച്ചക്കോമേതവുമെല്ലാം ഏറ്റവും വലിയ സമ്പത്തായിട്ട്, വിലമതിക്കാനാവാത്ത സമ്പത്തായിട്ട് എന്തേ സക്കാത്ത് നിർബന്ധമാകാതിരുന്നു എന്ന ചോദ്യത്തിൻ്റെ മറുപടി ഇവിടെ വരികയാണ്. പുരോഗതി എന്നത് യഥാർത്ഥത്തിൽ സക്കാത്തിൻ്റെ ഭാഷാർത്ഥമാണ്. ആ ഭാഷാർത്ഥമായും ഇത് ബന്ധപ്പെടുന്ന മറ്റൊരു രീതി കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ആട്, മാട്, ഒട്ടകങ്ങളിലെ ജീവികളിൽ സക്കാത്ത് ഉള്ളൂ. അതേസമയം അതിനേക്കാളും വിലയുള്ള കുതിര, ചുവന്ന കുതിര നല്ല വിലയുള്ളൊരു ജീവിയാണ്. ആന, അത് വിലയുള്ള ഒരു ജീവിയാണ്. ആനയിൽ സക്കാത്തില്ല, കുതിരയിൽ സക്കാത്തില്ല. അങ്ങനെ തുടങ്ങിയ മൃഗങ്ങളിലൊന്നും സക്കാത്തില്ല. ആട്, മാട്, ഒട്ടകം ഇതിലെ സക്കാത്തുള്ളൂ. എന്തേ അതിന് കാരണം? അതിൽ പുരോഗതി ലക്ഷ്യമില്ലാത്ത ജീവികളാണ്. ആടിനെയും മാടിനെയും ഒട്ടകത്തെയും മാത്രമേ ജീവികളുടെ കൂട്ടത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തിൽ വളർത്തുന്നുള്ളൂ. അതിൻ്റെ കുട്ടികൾ ജനിച്ചിട്ടും അതിൻ്റെ പാല് വിൽപ്പന നടത്തിയിട്ടും ഒക്കെയുള്ള ഒരു പുരോഗതി ലക്ഷ്യം വെച്ച് വളർത്തുന്ന മൃഗങ്ങൾ ഈ 3 ഇനം മാത്രമേ ഉള്ളൂ. കുതിരയെ വളർത്തുന്നവർ ഭംഗിക്ക് വേണ്ടി വളർത്താറുണ്ട്, യുദ്ധത്തിന് വേണ്ടി വളർത്താറുണ്ട്. കുതിരയെ വളർത്തുന്നവർ യാത്രയ്ക്ക് വേണ്ടി വളർത്താറുണ്ട്. ആനയെ വളർത്തുന്നവർ ആനച്ചന്തം അതിനു വേണ്ടി വളർത്താറുണ്ട്. ആന പ്രസവിച്ച് കുട്ടികളുണ്ടായി അത് വിൽപ്പന നടത്തണം എന്ന ലക്ഷ്യത്തിലില്ല. ഒരാനയെ വാങ്ങി അതിനെ കൊണ്ട് ജോലിയെടുപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു ജീവിതം അത് വളരെ വിരളമായി ഉള്ളതാണ്. അതിലും കൂടുതൽ വ്യാപകമായ രീതിയിലുള്ള വളർച്ച അതിലും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ കൂടുതലായും വളർച്ച ഉദ്ദേശിക്കുന്ന മൃഗം 3 ഉള്ളൂ. ഒന്ന് ആട്, ഒന്ന് മാട്, മറ്റത് ഒട്ടകം. ആന ഉണ്ടെങ്കിലും അത് വിരളമാണ്. വന്നാദിഹു ലാ യുഖാസു അലൈഹി, വിരളമായതിൻ്റെ മേലിൽ തുലനമില്ല എന്നതാണ് പണ്ഡിത അടിസ്ഥാന തത്വം. ഇത് ഈ ബേസിക് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ഒരുപാട് സംഗതികൾക്ക് പരിഹാരമാകും. ഇനി എനിക്ക് തോന്നുക, ഈ അടിരേഖ നമ്മൾ ഇട്ട സ്ഥിതിക്ക് നിങ്ങൾ ചോദിക്കുകയും ഞാൻ ഉത്തരം പറയുകയും ചെയ്യുന്ന ശൈലിയായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മൈക്ക് ഉപയോഗിച്ച് ചോദിക്കണം. ചോദിക്കുന്ന വ്യക്തികൾ വ്യക്തമായി ചോദിക്കുകയും വേണം. സ്വർണം, വെള്ളി പോലുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതാണെങ്കിൽ അവിടെ സക്കാത്തില്ല എന്ന് പറഞ്ഞു. ഈ ധരിക്കുന്ന ആഭരണങ്ങൾ പുരുഷന്മാർ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സക്കാത്ത് വരുന്നുണ്ടോ? സ്വർണം, വെള്ളി എന്നിവ ധരിക്കുന്ന ആഭരണമാണെങ്കിൽ സക്കാത്ത് ഇല്ല. അത് പുരുഷൻ ധരിച്ചാലോ എന്ന ചോദ്യം. വെള്ളി സക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള ഒരളവ് പുരുഷൻ ധരിക്കൂല. ഇനി അങ്ങനെ ധരിച്ചു എന്ന് വെക്കുക. സ്വർണം തീരെ ഉപയോഗിക്കാൻ പാടില്ല. ഏതായാലും
സക്കാത്ത് കൊടുക്കേണ്ട അളവിൽ ഒരു പുരുഷൻ സ്വർണത്തെയും വെള്ളിയെയും ഉപയോഗിച്ചാൽ ആ ഉപയോഗം തന്നെ നിഷിദ്ധമാണ്. ഉപയോഗം നിഷിദ്ധമായതുകൊണ്ട് അതിന് ആഭരണമായി ഗണിക്കുകയില്ല. അപ്പോൾ അതിൽ അളവെത്തി വർഷം പൂർത്തിയായാൽ സക്കാത്ത് നിർബന്ധമാകും. ഏതുപോലെ ഒരു പെണ്ണ്, ആ പെണ്ണ് അമിതമായി ആഭരണം ധരിച്ചു. ഒന്നുകൂടി നമുക്ക് തിരുത്തി പറയാം, അമിതമായ ആഭരണം ധരിച്ചു, ആഭരണത്തിൽ അമിതമാക്കി, ആഭരണത്തിൽ അമിതമാക്കി. ഉദാഹരണത്തിന് ഒരു 10 കിലോ കൊണ്ട് ഒരു പാദസാരമുണ്ടാക്കി, 4 കിലോ കൊണ്ട് ഒരു വള ഉണ്ടാക്കി. ഇതൊക്കെ ഒരു വളയോട് ചെയ്യുന്ന നീതിയല്ല, ഒരു തളയോട് ചെയ്യുന്ന നീതിയല്ല. ഓരോ ആഭരണത്തിനും ഓരോ കണക്കുണ്ട്. ആ കണക്കിനേക്കാളും വർദ്ധിച്ച് ഒരാഭരണത്തിൽ ഉണ്ടാക്കുക എന്നതാണ് ആഭരണത്തിലുള്ള അമിതം. എന്നല്ലാതെ ഒരു പെണ്ണിന് ഒരു 75 പവൻ സ്വർണമുണ്ടായി, അല്ലെങ്കിൽ ഒരു 100 പവൻ സ്വർണമുണ്ടായി, ആ ആഭരണങ്ങൾ ഒന്ന് മാലയാണ്, ഒന്ന് താലിയാണ്, ഒന്ന് അരപ്പട്ടയാണ്, ഒന്ന് തളയാണ്, ഒന്ന് വളയാണ്, അങ്ങനെ 75, 80, 100, 150 ഒക്കെ പവനുണ്ടായാൽ അത് മുഴുവനും ഈ പെണ്ണ് ആ പെണ്ണിൻ്റെ കുടുംബ കുലീനതക്കൊത്ത് ഉപയോഗിക്കുന്നും ഉണ്ടെങ്കിൽ, ഉപയോഗം നിഷ്കളങ്കമായി ലക്ഷ്യമാണെങ്കിൽ, ഉപയോഗം നിഷ്കളങ്കമായി ലക്ഷ്യമാണെങ്കിൽ ആ ആഭരണങ്ങളിൽ സക്കാത്തില്ല. അപ്പോൾ ആഭരണത്തിൽ അമിതമായാൽ സക്കാത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞത് എപ്പോഴാണ്? അത് ഒരാഭരണത്തിന് ഉണ്ടാകേണ്ട സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അളവിനേക്കാൾ കൂടുതൽ ഒരാഭരണം തന്നെ അമിതമാകുമ്പോഴാണ്. 200 മിസ്കാല് കൊണ്ട് ഒരു പാദസാരമുണ്ടാക്കി, അപ്പൊ കിലോ കണക്കിനായി. 20 മിസ്കാലായാൽ തന്നെ 85 ഗ്രാമായി. അപ്പൊ 200 മിസ്കാല് കൊണ്ട് ഒരു പാദസാരമുണ്ടാക്കി. അതാണ് കിതാബിൽ അതിന് ഉദാഹരണം പറഞ്ഞത്. അങ്ങനെയായാൽ അതിൽ സക്കാത്ത് ഇല്ല, അതിൽ സക്കാത്ത് ഉണ്ട്. എന്താ കാര്യം? അതിൽ സക്കാത്ത് ഉണ്ടാകാൻ കാരണം ഒരാഭരണത്തിൽ ഉപയോഗിക്കേണ്ട സ്വർണത്തിനേക്കാളും കൂടുതൽ ആ ആഭരണത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ആ ആഭരണം ഉണ്ടാക്കിയപ്പോൾ അത് പെണ്ണിനും ധരിക്കാൻ പാടില്ല. ചുരുക്കത്തിൽ ചോദ്യത്തിൽ ചോദിച്ചതിന് ഉത്തരമായി, പുരുഷൻ സ്വർണം ധരിച്ചാലും വെള്ളി സക്കാത്ത് കൊടുക്കാനുള്ള അളവിൽ വെള്ളി ധരിച്ചാലും സക്കാത്ത് നൽകണം. കാരണം അവൻ അത്രയും അത് ഉപയോഗിക്കൽ ഹറാമാണ്. പെണ്ണ് ആഭരണം വ്യത്യസ്തങ്ങളായി ഉപയോഗിക്കുകയും വിവിധ ആഭരണങ്ങളിൽ വ്യത്യസ്തങ്ങളായ തൂക്കത്തിൽ പവനുണ്ടാവുകയും അത് 75 or 100 ഒക്കെ പവനുണ്ടായാലും സക്കാത്ത് നൽകേണ്ടതില്ല. പിന്നീട് പെണ്ണിന് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരാഭരണത്തിൻ്റെ അളവ് ആ ആഭരണത്തിന് സാധാരണ ഉള്ള അളവിനേക്കാളും സ്വർണം കൂട്ടിയാലാണ്. അപ്പോൾ പെണ്ണിന് അങ്ങനത്തെ ആഭരണം ധരിക്കാൻ പാടില്ല. ധരിക്കാൻ പാടില്ലാത്ത ആഭരണത്തിൽ സക്കാത്ത് നിർബന്ധമാവുകയും ചെയ്യും. ഇവിടെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാതെ പോകുന്നത് ബുദ്ധിയല്ല. ഒരാൾ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചപ്പോൾ 100 പവൻ സ്വർണം വാങ്ങി. കൊടുത്തപ്പോഴും വാങ്ങിയപ്പോഴും ഇതിൻ്റെ സംഗതിയിലൊക്കെ അവർ തമ്മിലുള്ള ധാരണ ഏതായാലും എൻ്റെ മകളെ കെട്ടിക്കുകയാണ്, അപ്പം ലേശം സമ്പത്ത് കൊടുക്കണം, സമ്പത്ത് സ്വർണമായിട്ട് കൊടുക്കാം, അവർക്ക് ഒരു 10 or 20 പവൻ സാധാരണ ഉപയോഗിക്കാമെന്നും ബാക്കിയുള്ളത് ലോക്കറിൽ സൂക്ഷിച്ചുകൊണ്ട് വല്ല വീടൊക്കെ കയറ്റുന്ന അവസരം വരുമ്പോൾ അത് വിറ്റെടുക്കാമെന്നുമാണ് ലക്ഷ്യം. ഉപയോഗം ലക്ഷ്യമല്ല. അത് ഒരു ആഭരണത്തിൻ്റെ കോലത്തിന് ഇങ്ങോട്ട് വാങ്ങി എന്നേ ഉള്ളൂ. ഉപയോഗം ലക്ഷ്യമില്ല. ആഭരണത്തിൻ്റെ രൂപത്തിന് ഇങ്ങോട്ട് വാങ്ങിയെടുത്തു എന്നേ ഉള്ളൂ. ഉപയോഗിക്കൽ ലക്ഷ്യമില്ല. കണ്ടാൽ മാലയാണ്, കണ്ടാൽ താലിയാണ്. അത് ലോക്കറിലോ അതല്ലെങ്കിൽ നമ്മുടെ ഷോക്കേസിലോ നമ്മുടെ അറയിലോ സൂക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ആദ്യമേ കരുതിയിട്ടുള്ളത്.
പിന്നെ ആളുകളിടയിലൊക്കെ ഒരു സംഗതി പറയുമ്പോൾ 100 പവൻ സ്വർണ്ണം അതൊക്കെ ഒന്ന് കെട്ടി അന്നിങ്ങോട്ട് മൊഞ്ചായാലൊരു വട്ടാണ്. അവരെ മനസ്സിൽ അന്നേ ഉള്ളത് എന്തെന്നെയാണ്, ഒരു 10-20 പവൻ സാധാ ഉപയോഗിക്കണം, ബാക്കിയൊക്കെ സൂക്ഷിക്കണം എന്ന് ലക്ഷ്യമാണെങ്കിൽ ആ 80 പവനിൽ സക്കാത്തുണ്ട്. അഥവാ മാലക്കോലം ഉണ്ടായതുകൊണ്ട് മാത്രം സക്കാത്ത് നിർബന്ധമാകാതിരിക്കില്ല. മാലയുടെ കോലത്തിൽ ഉണ്ടാക്കി വെച്ചു, എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, അത് മൂല്യം നഷ്ടപ്പെടാത്ത ഒരു സാധനമായി വെക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ മലപ്പുറത്ത് പോയി, എനിക്ക് പെൺമക്കളൊക്കെ ഉണ്ട്, മൂല്യം നഷ്ടപ്പെടാത്ത ഒരു സമ്പത്തായി എൻ്റെ കാശിനെ മാറ്റിവെക്കണം എന്ന് ഞാൻ വിചാരിച്ചു. ചെന്ന് ഞാൻ ചോദിച്ചു, കോയിനുണ്ടോ? കോയിനില്ല. ബിസ്ക്കറ്റ് ഉണ്ടോ? ബിസ്ക്കറ്റുമില്ല. ഞാൻ ജ്വല്ലറിയിൽ കയറി, എന്നാൽ ഒരു മാല കിടക്കട്ടെ എന്ന് കരുതി. ഇത് ഉപയോഗിക്കൽ ലക്ഷ്യത്തിൽ വാങ്ങിയതല്ല, ഞാൻ സമ്പത്ത് വാങ്ങാൻ വേണ്ടി പോയതാ. അപ്പോൾ കോയിൻ നോക്കി, കോയിനില്ല. ബിസ്ക്കറ്റ് നോക്കി, ബിസ്ക്കറ്റുമില്ല. എങ്കിൽ കിടക്കട്ടെ ഒരു മാല. ഇത് മാലക്കോലമാണ്. ഉപയോഗമെന്ന ലക്ഷ്യമില്ലാത്തതുകൊണ്ട് 1 വർഷം സൂക്ഷിച്ചാൽ 40-1 സക്കാത്ത് കൊടുക്കണം. 2.5% എന്നതും 40-1 എന്നതും 10-1 4-1 എന്നതും ഈക്വലാണ്, ഒരേ കണക്കാണ്. ഒരു മൂലയിൽ 10-1 4-1 എന്ന് പറഞ്ഞു, വേറൊരു മൂലയിൽ 40-1 എന്ന് പറഞ്ഞു, വേറൊരു മൂലയിൽ 2.5% എന്ന് പറഞ്ഞു. ഇതിങ്ങനെ പലരും പലതും പറയാണ് എന്ന് പറഞ്ഞിട്ട് ഏതാക്കാൻ നിൽക്കണ്ട, ആളാകാൻ നിൽക്കണ്ട. അതും 4-1. 1000 രൂപയുടെ 2.5% 25 രൂപ. 1000 രൂപയെ 40 ഭാഗമാക്കിയാൽ അതിലൊരു ഭാഗം 25 രൂപ. 1000 രൂപയെ 10-1 4-1 ആക്കിയാൽ അതും 25 രൂപ. അപ്പോൾ ആഭരണമായി ആഭരണത്തിൻ്റെ രൂപത്തിൽ സ്വർണം വാങ്ങി വെച്ചതുകൊണ്ട് സക്കാത്ത് നിർബന്ധമാകും. ആഭരണമായി ധരിക്കൽ ലക്ഷ്യമുണ്ടെങ്കിലേ സക്കാത്ത് നിർബന്ധമാകാതിരിക്കുകയുള്ളൂ. സക്കാത്ത് നിർബന്ധമാകാൻ ആഭരണമായാൽ മതിയല്ലോ എന്ന് കരുതി ആഭരണം വാങ്ങിവെച്ചു. സമ്പത്ത് സ്വരൂപമാണ് ലക്ഷ്യം, സക്കാത്തുണ്ട്. അങ്ങനെ തട്ടിപ്പ് കാട്ടാനാണ് ശ്രമമെങ്കിൽ തട്ടിപ്പ് എല്ലാ ഭാഗത്തും ഉണ്ടാകും. കുപ്പിയുണ്ടാകും, കുപ്പിയിൽ ആക്കി നരകത്തിലിട്ടാൽ ഞാൻ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായവനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ അന്നെ ഇട്ടിട്ടില്ലല്ലോ, കുപ്പിയല്ലേ ഇട്ടിട്ടുള്ളൂ എന്ന് ഇങ്ങോട്ടും പറഞ്ഞു എന്ന് വരും. ഇവിടെ ഒരു കാര്യം വ്യക്തമായി, ആഭരണം എന്ന ലെവലിൽ നിന്ന് തെറ്റി. ഉദാഹരണം, എൻ്റെ ഒരു മകളുടെ വള ഒന്ന് ഒടിഞ്ഞു, മറ്റൊരു മകളുടെ ചെയിനിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ചുങ്ങി, അതിൻ്റെ കണ്ണിയൊക്കെ പോയി. വേറെ ഒരു മകളുടെ ഒരു ജിമിക്കി, അതിൻ്റെ പിരിയൊക്കെ ഉടഞ്ഞി, അത് ഉപയോഗിക്കാൻ പറ്റാതെയായി. ഇതെല്ലാം കൂടി ഞാൻ പൊതിഞ്ഞു വെച്ചു. 1 വർഷം തികഞ്ഞു. മൊത്തം നോക്കുമ്പോൾ 85 ഗ്രാം സ്വർണമുണ്ട്. എങ്കിൽ ഉപയോഗശൂന്യമായ ഈ സാധനം ഇനി അത് നമ്മൾക്ക് വിറ്റ് നമ്മൾക്ക് ഏതാക്കാം, നമ്മൾക്കത് വിറ്റ് നമ്മൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ പൊതിഞ്ഞ് വെക്കല്. ഞാൻ അതവിടെ നിൽക്കട്ടെ, ഞാൻ നന്നാക്കാനാവൂല എന്ന് കരുതി അവിടെ വെച്ച് വർഷം തികഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം. ആഭരണാണോ? അല്ല. എന്തേ? ഉപയോഗിക്കൽ ലക്ഷ്യമില്ല, നന്നാക്കാൻ വേണ്ടി വെച്ചതാണ്, ഇസ്ലാഹിന് വേണ്ടി വെച്ച, നന്നാക്കണം എന്ന് കരുതി വെച്ചാൽ താൽക്കാലികമായിട്ട് നന്നാക്കിയില്ല, എന്നാൽ സക്കാത്തില്ല. അപ്പോൾ ചുരുക്കത്തിൽ അവിടെ നന്നാക്കണം എന്ന് ലക്ഷ്യമുണ്ടെങ്കിൽ സക്കാത്തില്ല. ഇനി അത് നന്നാക്കാനൊന്നും ആവില്ല, ഞാൻ വിറ്റുകാണ്ട് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ എന്ന് കരുതിയിട്ടാണെങ്കിൽ അതിൽ സക്കാത്ത് ഉണ്ട്. ഔട്ട് ഓഫ് ഫാഷനായ സാധനം, ഉദാഹരണം അരഞ്ഞാണ് അന്ന് കൊണ്ടുവന്നു, സ്വർണത്തിൻ്റെ അരഞ്ഞാണന്. ഇപ്പോൾ അത് ഔട്ട് ഓഫ് ഫാഷനായി, കെട്ടാറില്ല. ഇനി അത് കെട്ടുന്നുമില്ല, ഇനി അത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള പരിപാടിയാണ്. എന്നാൽ അതിലൊരു വർഷം തികയുമ്പോൾ സക്കാത്തുണ്ട്. ആഭരണം എന്ന ഗണത്തിൽ നിന്ന് അത് പോയി എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഇനി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തരി വടയാൻ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിച്ചോളി. സ്ത്രീകൾ ആഭരണം അധികമാക്കിയാൽ അതിൽ സക്കാത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അധികമാക്കിയതിൽ സക്കാത്ത് ഉണ്ടാകുമ്പോൾ ഈ അധികമായ കണക്കിലാണോ അതോ മൊത്തത്തിൽ? ചോദ്യം മനസ്സിലായ നിങ്ങൾക്ക്?
അഥവാ അമിതമാക്കിയ ആഭരണത്തിൽ സക്കാത്തുണ്ട്. അപ്പം അമിതമാക്കിയ അളവിലാണോ മൊത്തം ആഭരണത്തിലാണോ? മൊത്തം ആഭരണത്തിലാണ് അപ്പം സക്കാത്ത് വരിക. അഥവാ ഒരു തള, ഒരു വള, അവിടെയാണല്ലോ അത് വരിക. ആ ഒരു വള, ഒരു 4 കിലോ കൊണ്ടൊരു വള ഉണ്ടാക്കി, അപ്പോൾ 4 കിലോത്തിലുമാണ് സക്കാത്ത് നിർബന്ധമാണ്. എന്നല്ലാതെ അത് ഏകദേശം ഒരു വളയ്ക്ക് എത്ര വരിക അതുവരെയാണ് കിടക്കട്ടെ, അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെയല്ല. ആ വള മൊത്തം ഹറാം തന്നെയാണ്. അതിങ്ങനെ ഈ ഭാഗം ഇങ്ങനെ ലേശ ഹലാല്, അപ്പുറത്തേക്കായപ്പോത്തിന് തോനായപ്പോത്തിന് ഹറാം, അങ്ങനെയല്ല. മൊത്തം ഹറാം വന്നത് വളമ്മക്കാണ്. അതുകൊണ്ട് ആ വളയുടെ മൊത്തം അളവിലും സക്കാത്ത് നിർബന്ധമാകും. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞത് നോക്കണം, 100 പവൻ വാങ്ങിച്ചു കൊണ്ടുവന്ന ഒരാൾ 20 പവൻ ഉപയോഗത്തിന് വേണ്ടി എടുക്കാം, 80 പവൻ നമ്മൾക്ക് സൂക്ഷിക്കാം, പിന്നീട് മുതലൊക്കെ വാങ്ങാം എന്നായാൽ ആ ഉപയോഗിക്കുന്ന 20-ലില്ല, ആ 80-ൽ മതി, 80-ൽ സക്കാത്ത് കൊടുത്താൽ മതി. സ്വർണം കടം നൽകിയിട്ട് 1 വർഷം കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? സ്വർണം കടം നൽകിയിട്ട് 1 വർഷം തികഞ്ഞാൽ സക്കാത്ത് നൽകേണ്ടതുണ്ടോ? സ്വർണ്ണ നാണയമാണോ കടം കൊടുത്തത്? അല്ലേ? ആവട്ടെ, സ്വർണ്ണ നാണയം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഒരു 10 കോയിൻ കടമായിട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾക്ക് ഉദാഹരണം പറയാം. 10 കോയിൻസ് കടമായിട്ട് കൊടുത്താൽ കടം കൊടുത്ത വ്യക്തി സക്കാത്ത് കൊടുക്കണം. കടം വാങ്ങിയ വ്യക്തി 1 വർഷം അത് സൂക്ഷിച്ചാൽ അവനും സക്കാത്ത് കൊടുക്കണം. ഒരു മുതലിന് 2 ആൾ സക്കാത്ത് കൊടുക്കേണ്ട ഒരു ഘട്ടമാണത്. അഥവാ കടം എനിക്ക് തിരിച്ചു കിട്ടാനുള്ളതായതുകൊണ്ട് എൻ്റെ ദിമ്മത്തിൽ ഞാൻ 10 പവൻ്റെ മുതലാളിയാണ്. കടം വാങ്ങിയവൻ്റെ കയ്യിൽ അവൻ അവകാശപ്പെട്ട ഇതിനു പകരം തിരിച്ചു കൊടുക്കണം എന്നത് മറ്റൊരു വിഷയം. ഇപ്പോൾ അവന് എല്ലാവിധത്തിലുമുള്ള ക്രയവിക്രയത്തിനും തസറുഫിനും പറ്റിയ ഒരു 10 കോയിൻ അവൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അവൻ 10 കോയിൻ്റെ മുതലാളിയുമാണ്. ഇവന് 10 കോയിൻ കിട്ടാനുള്ളത് കൊണ്ട് ഇവൻ ദിമ്മത്തിൽ 10 കോയിൻ്റെ മുതലാളിയാണ്. അവൻ ഐനിൽ 10 കോയിൻ്റെ മുതലാളിയാണ് വാങ്ങിയവൻ. ഈ ഒരു അവസരത്തിൽ കടം കൊടുത്തവനും കടം വാങ്ങിയവനും സക്കാത്ത് കൊടുക്കണം. ഒരു മുതലിന് 1-ലധികം പേർ സക്കാത്ത് കൊടുക്കേണ്ട രംഗമുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ ചോദ്യം. 3 പെൺമക്കളുടെ ആഭരണം ഉപയോഗശൂന്യമായത് സൂക്ഷിച്ചു വെച്ചു എന്ന് പറഞ്ഞല്ലോ. അതിൽ 3 പെൺമക്കളുടെയും ആഭരണത്തിൻ്റെയും യഥാർത്ഥ ഉടമസ്ഥത ആ കല്യാണം ചെയ്ത പെൺകുട്ടിയാണെങ്കിൽ കല്യാണം ചെയ്ത പെണ്ണിനോ അതിൻ്റെ ഭർത്താവിനോ അല്ലേ? അത് പിതാവിന് എങ്ങനെ അവകാശം അതിൽ വരുന്നു? അയ്യോ, അതൊരു ചോദ്യം. ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. അതായത് ഈ സ്ത്രീധനം, അങ്ങനെ പറയാൻ പറ്റും അല്ലേ? ഈ സ്ത്രീധനം അപ്പം നിങ്ങൾക്ക് എന്തേപ്പോൾ കിട്ടി? ആരുടെ ധനം എന്നാ കിട്ടി? സ്ത്രീധനത്തിൻ്റെ സക്കാത്ത് ആരാണ് നൽകേണ്ടത്? സ്ത്രീധനമായി നൽകുന്നത് ആരുടേതാണ് ആ സാധനം? അതിങ്ങനെ ഒരു 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 പുകമറയാണല്ലോ, അത് അയിമലാണത് ഇങ്ങനെ കെട്ടി നിൽക്കുന്നത്. ഇത് ഭർത്താവിൻ്റെതോ ഭാര്യയുടേതോ അതല്ല ഈ അമ്മോഷൻ്റെതോ അഥവാ ഈ പെണ്ണിൻ്റെ ബാപ്പാൻ്റെതോ. ആങ്ങളാരാണെങ്കിൽ ആങ്ങളാർ കെട്ടിക്കുമ്പോൾ ആരാ ചെലവാക്കിയെങ്കിൽ പോലെ ആരതാണത്? ഇതാണ് ചോദ്യത്തിൻ്റെ രത്ന ചുരുക്കം. ഇത് ആരുടേതാണ് എന്ന് തീരുമാനിക്കാൻ 3 രീതിയിൽ ഇന്ന് ഈ സമ്പത്ത് നൽകുന്നുണ്ട്. മൊത്തം സ്ത്രീധനം നൽകുന്നത് ഇന്ന് 3 രീതിയിലാണ്. പേടിച്ചണ്ട. 1, ചിലർക്ക് ഇതൊക്കെ പാടെ പറഞ്ഞപ്പോൾ ഒരു പേടിയേ, പേടിച്ചേണ്ട കാര്യമില്ല. 1, ഈ സ്ത്രീധനമായി നൽകുന്നത് മകൾക്ക് വാപ്പ കൊടുക്കുകയാണ്. 2, സ്ത്രീധനമായി നൽകുന്നത് മകളുടെ ഭർത്താവിന് അമ്മോഷം കൊടുക്കുകയാണ്. 3, സ്ത്രീധനമായി നൽകുന്നത് മകളുടെ അമ്മോഷന്
അഥവാ മരുമകൻ്റെ പിതാവിന് മകളുടെ വാപ്പ കൊടുക്കുന്നതാണ്. അതിൽ നമ്മൾ സ്വർണവും കൊടുക്കുന്ന 1 ലക്ഷം 2 ലക്ഷം രൂപ രണ്ടും കൂടി ഒന്നിച്ചപ്പോൾ പറയണത്. അതിലൊന്നും കൂടി പറയാൻ സുഖം, പൈസ കൊടുക്കുമ്പോൾ ഈ 3 രീതി വരുന്നുണ്ട്. സ്വർണം കൊടുക്കുമ്പോൾ 2 രീതിയേ വരാൻ സാധ്യതയുള്ളൂ. പൈസ കൊടുക്കുന്ന അവസരത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അറിവിൽ ഒരു നല്ല സയ്യിദ്, ആ സയ്യിദിൻ്റെ മകളെ വിവാഹം ചെയ്ത അവസരത്തിൽ ഈ സയ്യിദിന് മരുമകനായി വരാൻ പോകുന്ന ആ സയ്യിദിൻ്റെ മകളെ, പെങ്ങളെ വിവാഹം കഴിക്കുന്നുണ്ട്. അല്പം സാധു കുടുംബവുമാണ്. ഇയാൾ എന്ത് ചെയ്തു എന്നറിയോ? മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ഈ സയ്യിദ് 1 ലക്ഷം രൂപ ഈ മരുമകൻ്റെ ശേഷം മരുമകനായി വരാൻ പോകുന്ന ഈ വ്യക്തിയുടെ പിതാവിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കാണ്. ഇത് വളരെ വിരളമായിട്ടുണ്ടാകുന്ന സംഭവമാണ്. പക്ഷെ പറയുമ്പോൾ നമ്മൾ തരി ഉടച്ച് പറയണല്ലോ, ഇത് നിങ്ങൾക്കാണ്. ഇനി ഈ കാശ് എനിക്ക് തിരിച്ചു തരേണ്ടതില്ല. ഈ വിഷയങ്ങൾ എങ്ങനെ കലാശിച്ചാലും അല്ലാഹു തആല അത് സ്വർഗം വരെ എത്തിക്കട്ടെ. അഥവാ തലാഖ് ചൊല്ലിപ്പിരിഞ്ഞാലും മരിച്ചു പിരിഞ്ഞാലും ഞാൻ നിങ്ങളോട് ഇത് ആവശ്യപ്പെടില്ല. ഇത് എൻ്റെ മരുമകനല്ല, എൻ്റെ മകൾക്കുമല്ല, എൻ്റെ മരുമകൻ്റെ പിതാവ് എന്ന നിലക്ക് നിങ്ങൾക്ക് തരുന്നതാണ്. അതോടുകൂടി ആ അധ്യായം അവസാനിച്ചു. ന്യായ്മ ഭക്താനല്ല. രണ്ടാമത്തെ ഒരു രീതി, ഈ കൊടുക്കുന്ന കാശ് അത് ഭർത്താവിന് കൊടുക്കുകയാണ്. മൂന്നാമത്തേത്, അത് ഭർത്താവിൻ്റെ കയ്യിൽ തൽക്കാലം കൊടുക്കുകയും മകളുടേതുമാണ്. മകൾക്കുള്ള ഈ കാശ് ഭർത്താവിൻ്റെ കയ്യിൽ താൽക്കാലികമായി ഏൽപ്പിച്ചതാണ്. മൂന്നാമത്തെ മറ്റൊരു വിധം, ഇത് ഭർത്താവിനും കൊടുത്തിട്ടില്ല, മകൾക്കും കൊടുത്തിട്ടില്ല, അത് ഈ കൊടുത്ത ഈ പുരുഷൻ്റെ തന്നെ, ഇയാൾ തന്നെയാണ് എന്ന രീതിക്കാണ് കൂടുതൽ ഫലം. എന്തുകൊണ്ട്? തലാക്ക് ചൊല്ലി പിരിച്ചാൽ ഈ കാശ് ഇയാളാണ്, അഥവാ പെണ്ണിൻ്റെ പിതാവാണ് തിരിച്ചു വാങ്ങുന്നത്, അണാബൈ തീർത്ത്. അതുകൊണ്ട് ഈ സാധ്യതകളിൽ നിന്ന് ഒന്നും മിണ്ടാതെ ചെയ്ത സ്ഥലങ്ങളിൽ അത് പിതാവിൻ്റെ സമ്പത്താകാനാണ് സാധ്യത. ഏത് സാധ്യതയിലാണ് പെടുക എന്ന് തിരിയാത്ത സ്ഥലത്ത് ഇന്നൽ ആദത്ത മുഹക്കമത്തും ഫീ ദീനിൽ ഇസ്ലാം, നാട്ടുനടപ്പ് ഇസ്ലാമിൽ വിധികർത്താവായി കയറി വരും. അപ്പോൾ നാട്ടുനടപ്പനുസരിച്ച് ഈ വിഷയത്തിൽ ഒന്നും പറയാതെയും നിശ്ചയിക്കാതെയുമുള്ള സ്ഥലത്ത് തലാഖ് ചൊല്ലി പിരിഞ്ഞാൽ ആ പൈസ മുഴുവനും ഈ പിതാവ് തന്നെ തിരിച്ചു വാങ്ങുന്നത് കൊണ്ട് ഈ പിതാവിൻ്റെ സമ്പത്താണ്. പ്രത്യേകമായ ഡിമാൻഡുകളൊന്നും വന്നില്ലെങ്കിൽ ആ സമ്പത്തിൽ ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ഈ പിതാവ് ആ സമ്പത്തിന് സക്കാത്ത് കൊടുക്കണം. പക്ഷേ തലാഖ് ചൊല്ലി പിരിയുമ്പോഴേ അത് കിട്ടുള്ളൂ എന്നതുകൊണ്ട് കിട്ടിയതിന് ശേഷം കൊടുത്താൽ മതി. കിട്ടിയില്ല, അതങ്ങനെയാണ് പോയി, ഓലാണ് മരിച്ചു പിരിഞ്ഞു, എന്നാൽ അതിനെപ്പറ്റി പിന്നീട് വിഷയീഭവിക്കേണ്ടതില്ല. അതിൻ്റെ സക്കാത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യേണ്ടതില്ല. അത് മനസ്സെന്നാണ് വിട്ടുകൊടുത്തു, അതോടുകൂടി അതിൻ്റെ വിഷയമാണ് തീർന്നു. സ്വർണത്തിന് സ്വർണം കൊടുക്കണം, വെള്ളിക്ക് വെള്ളി കൊടുക്കണം, കാശിന് കാശ് കൊടുക്കണം. കച്ചവടച്ചരക്കിൻ്റെ സക്കാത്ത് ആ നാട്ടിൽ ഉപയോഗിക്കപ്പെടുന്ന കറൻസി കൊടുക്കണം. അതേസമയം സ്വർണത്തിന് സക്കാത്ത് കൊടുക്കുമ്പോൾ അതേ സ്വർണത്തുമ്മൻ തന്നെ ഇല്ലി പറിച്ചു കൊടുക്കണ്ട. ഒരു മാലൻ്റെ സക്കാത്ത് കൊടുക്കുകയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ മാലക്ക് കൊടുക്കേണ്ട രീതി വന്നു നോക്കുക എങ്കിൽ ആ മാലമ്മൻ തന്നെ ഇല്ലി പറിച്ച് അതിനെ അഭംഗിയാക്കി കൊടുക്കാൻ ശരീഅത്ത് പറയുന്നില്ല. മുതലിൻ്റെ ഐനിനോടാണ് സക്കാത്ത് ബന്ധിക്കുന്നത് എന്ന
അഭിപ്രായമനുസരിച്ചും അതേ സ്വർണത്തിന്മേൽ തന്നെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല, പുറത്തുനിന്ന് കൊടുത്താൽ മതി. അപ്പോൾ അയിനിനോട് ബന്ധിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വേറൊരു രീതിയാണ്. നമ്മൾക്ക് ഒരു നാടൻ സദസ്സിൽ അതങ്ങനെ വിശദീകരിക്കേണ്ടതില്ല, ഇത്ര മനസ്സിലാക്കിയാൽ മതി. രാജമുട്ടിയാജി ചോദിച്ചിട്ട് അതങ്ങോട്ട് നീളാൻ പണിയാണ്, നിങ്ങൾ ഇങ്ങോട്ട് നീളേണ്ടി വരും. ഈ സ്വർണത്തിന് അമ്മസാക്കാണ് കൊടുക്കേണ്ടത് അതോ പിന്നെ ഭർത്താവാണ് കൊടുക്കണ ചോദ്യം? സക്കാത്ത് സ്വർണത്തിൻ്റെ സ്വർണം പിന്നെ പെണ്ണിനെ തൊലാക്കില്ലാണെങ്കിൽ സ്വർണം അമ്മസാക്കാക്കല്ലേ കിട്ടുക. അപ്പം അതിൻ്റെ സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടതെന്നാണ് ചോദ്യം. അമ്മോഷാൻഖാൻ്റെ തന്നെയല്ലോ ഉറപ്പല്ലേ? അമ്മോഷാൻഖാൻ്റെ സ്വർണ്ണാണ് ഇപ്പോൾ ഉറപ്പായല്ലോ. അമ്മോഷാൻഖയുള്ള പിന്നെ അതെടുത്ത് പെണ്ണിന് തൽക്കാലം ധരിക്കാൻ കൊടുത്താണ് ഒന്ന്. രണ്ടാമത്തെ വേറൊരു സംഗതിയും കൂടിയും പറയാം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കൊടുത്ത സാധനം ഈ മാതാപിതാക്കൾക്ക് ഏതവസരത്തിലും തിരിച്ചു വാങ്ങാൻ അധികാരമുണ്ട്. രജിസ്റ്ററൊക്കെ കൊണ്ടേക്കാണ്ട് അടുപ്പിക്കാണ്ട് പൂത്താം. രജിസ്റ്റർ ചെയ്താണ് പറഞ്ഞാലേ ശരീഅത്തടിസ്ഥാനത്തിൽ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുത്ത സമ്പത്തും സംഖ്യയും മുതലും ഭൂമിയും മരിക്കുന്നതിൻ്റെ മുമ്പ് തിരിച്ചു വാങ്ങാൻ അധികാരമുണ്ട്. ആ നിലയ്ക്ക് ഇനി മകൾക്ക് കൊടുത്തു തന്നെ വെക്കുക, എനിക്ക് വേണമെന്നാണ് പറഞ്ഞാൽ വാപ്പാക്കാവൂ. അതുകൊണ്ട് ഒരു പേടിയും പേടിച്ചാല. സാധാരണ ഇങ്ങനെ സ്ത്രീധനം കൊടുക്കുന്നതിൽ ഭർത്താവിന് കടമായിട്ട് കൊടുക്കുന്ന രീതിയല്ലേ ഇപ്പൊ പറഞ്ഞ രീതിയിലുള്ളത്? ഇപ്പൊ ഭർത്താവും കൊടുക്കേണ്ടി വരില്ലേ ഈ സക്കാത്ത്? അല്ല, കടല്ല ചങ്ങായി, തൽക്കാലം കയ്യിലെക്കാൻ കൊടുത്താണ്. തൽക്കാലം കയ്യിലെക്കാൻ കൊടുത്താണ്. അതൊരു വദിയത്തിൻ്റെ വകുപ്പിലേ ഓൻ്റെ കയ്യിൽ തൽക്കാലം നിൽക്കണുള്ളൂ. ഒരു സൂക്ഷിപ്പ് മുതൽ എന്ന രീതിയിലേ അത് പെടുന്നുള്ളൂ. പിന്നെ വദിയത്ത് മുതൽ അത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നത് ഓൻ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി കടാന്ന് വെക്കുക, ഓൻ ചെലവാക്കിയില്ലേ? ഞാൻ ഒരാളിൽ നിന്ന് കടം വാങ്ങി ഞാനത് ചെലവാക്കിയാൽ പിന്നെ ഞാൻ സക്കാത്ത് കൊടുക്കണ്ടല്ലോ. അത് നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ നേരത്തെ തെറ്റിദ്ധരിച്ചു പോയോ? ഞാനൊരാളെ വെക്കുന്ന 1 ലക്ഷം രൂപ കടം വാങ്ങി, അത് ബത്തക്കയും പഞ്ചാരയൊക്കെ വാങ്ങിയാണ് കഴിഞ്ഞു ഒരു മാസം കൊണ്ട്. ഒന്നും തീരാപ്പം തോനെ പണിയെടുക്കാനൊന്നും ഇല്ലല്ലോ. 1-2 വട്ടം അൽപ്പുറത്ത് പോയാൽ തന്നെ 1 ലക്ഷമൊക്കെ തീരും. അങ്ങനെ അത് തീർന്നു. എന്നാൽ പിന്നെ ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? കഴിഞ്ഞില്ല, ഞാൻ വാങ്ങി കഴിഞ്ഞ്. പക്ഷേ ഇപ്പോഴും 1 ലക്ഷം ഓന് കിട്ടാണ്ട് 1 വർഷം തികയുമ്പോൾ ഓൻ ആ 1 ലക്ഷത്തിൻ്റെ സക്കാത്ത് ആരാണോ കടം കൊടുത്തത് ഓൻ കൊടുക്കണം. ഇവനും കൊടുക്കണം എന്ന് പറഞ്ഞത് എപ്പോഴെന്ന് നിങ്ങൾ ഇവൻ്റെ കയ്യിൽ ആ കാശ് 1 വർഷം നിലനിന്നാലാണ്. ഓൻ ഒരു ലക്ഷം റുപ്യ കടം വാങ്ങിയാൽ കൊടുന്നു, അതും അവിടെ കൊണ്ടേ വെച്ചു. 1 വർഷം തികഞ്ഞപ്പോഴും അത് ചിലവാക്കിയിട്ടില്ല. അപ്പോൾ ഓൻ കടത്തിനുള്ള സക്കാത്ത് കൊടുക്കണം, ഇവൻ്റെ കയ്യിലുള്ള മുതലിൻ്റെ സക്കാത്തും കൊടുക്കണം. ഇത് വരുന്ന ഒരു രീതി ശരിക്കും ഇപ്പം പറയാം. അതേതാ നിങ്ങളെ? 1 ലക്ഷം രൂപ ഞാൻ കടം വാങ്ങിയിട്ട് കച്ചവടം ചെയ്തു. കച്ചവടം ചെയ്യുമ്പോൾ കച്ചവടത്തിൻ്റെ സക്കാത്ത് കൊടുക്കണം. 1 ലക്ഷം രൂപ ഓൻ കടം തന്നതാണ് എന്ന നിലക്ക് ഓൻ 1 ലക്ഷത്തിൻ്റെ സക്കാത്ത് ഓനും കൊടുക്കണം. കച്ചവട മുതൽ മുഴുവനും കടാണ് ഉസ്താദെ. 5 ലക്ഷം ഉറുപ്പ്യൻ്റെ മുതലുണ്ടെങ്കിൽ 5 ലക്ഷം ഉറുപ്പ്യൻ്റെ മുതലും കടാണ്. അതിന് സക്കാത്തുണ്ടോ? 5 ലക്ഷം ഉറുപ്പ്യൻ്റെ മുതലും അനക്ക് ക്രിയവിക്രയം ചെയ്യാനുള്ള അധികാരമുള്ളതുകൊണ്ട് എൻ്റെതാണ്. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കണം. കച്ചവടം മുതലിൽ ഒന്ന് ശക്തിയാണത്. അതിന് കാരണം ഏറ്റവും വലിയ മിൽക്ക്, ഏറ്റവും വലിയ ഉടമവകാശത്തിൻ്റെ അടയാളം കച്ചവടം ചെയ്യുക എന്നുള്ളതാണ്. കച്ചവടം ചെയ്യാനും വാങ്ങാനും വിൽക്കാനും അധികാരമുള്ള ഒരു മുതൽ കടമായിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നതാണെങ്കിലും ഇവൻ്റെ അധികാരം അതിൽ ഭദ്രമാണ്. അതുകൊണ്ട് ഈ അധികാരം ഭദ്രമായ അധികാരമുള്ളതുകൊണ്ട് ആ മുതൽ അവൻ്റെതാണ്. അവന് തസഹൂഫിന് പറ്റിയതുകൊണ്ട്, പരിപൂർണമായ ക്രയവിക്രയത്തിന് പറ്റിയതുകൊണ്ട്
അതുകൊണ്ട് 5 ലക്ഷം രൂപ മുടക്കിയിട്ട് 5 ലക്ഷം രൂപയുടെ മുതലും കടമായി വാങ്ങിച്ചിറക്കിയതാണെങ്കിൽ പോലും ഒരു വർഷം തികയുമ്പോൾ 595 ഗ്രാം വെള്ളിയുടെ വിലയോ അതിനേക്കാൾ കൂടുതലോ ഉണ്ടെങ്കിൽ ആകെയുള്ളതിൻ്റെ 40-ൽ 1 ഭാഗം സക്കാത്ത് നൽകേണ്ടി വരും. ഉസ്താദ് നേരത്തെ പറഞ്ഞത് സക്കാത്തിൻ്റെ അഖിലുകാരിയിൽ അവർക്ക് റേഷ്യോ ഉണ്ട്. ഉദാഹരണത്തിന് മിസ്കീന്, ഫക്കീർ, ഇവർക്ക് റേഷ്യോ ഏതെങ്കിലും തോതുകളുണ്ടോ? 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ എത്ര ഉറുപ്പ്യ കൊടുക്കണം? അതായത് അവകാശികൾക്ക് ഇത്ര കൊടുക്കണം എന്ന് കണക്കുണ്ടോ അല്ലേ? അയ്യോ, അതൊരു ചോദ്യം. അവകാശികൾക്ക് ഇവിടെ മൊത്തം തോന സമ്പത്തുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട രീതി ആ കച്ചവട സ്ഥാപനം നിൽക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അവൻ്റെ സമ്പത്തുള്ള സ്ഥലത്ത്, അവൻ ജീവിക്കുന്ന സ്ഥലത്ത്, ഓനുണ്ടെങ്കിൽ സമ്പത്താണെങ്കിൽ ഓൻ ജീവിക്കുന്ന സ്ഥലത്ത്, ആ മഹല്ലിലെ എത്തിക്കപ്പെട്ട മുഴുവൻ അവകാശികളുടെയും സെഷനുകളിലേക്ക് സമമായി അവകാശം നീങ്ങണം. തിരിഞ്ഞിട്ടില്ല, ഞാൻ പറയാം. ഇവിടെ ഇപ്പോൾ നമ്മളെ സ്വലാത്ത് നഗർ മഹല്ല്, ഈ സ്വലാത്ത് നഗർ മഹല്ലിൽ ഫക്കീറുമാരുണ്ട്. ആരാ ഫക്കീർ? ആവശ്യമുള്ളതിൻ്റെ പകുതി പോലും ലഭ്യമല്ലാത്തവൻ. ഇവിടെ മിസ്കീനുണ്ട്. ആരാ മിസ്കീൻ? ആവശ്യമുള്ളതിൻ്റെ പകുതിയോ അതിലധികമോ ഉണ്ട്, തികയൂല. ഇവിടെ പൊതുവിശ്വാസിയുണ്ട്. ആരാണത്? ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ. സാധുക്കളാണെങ്കിലും കൊടുക്കുക. മുതലാളിമാരായ പൊതുവിശ്വാസികൾക്കും അവർക്ക് കൊടുത്താൽ മറ്റുള്ളവരെ ദീനിലേക്ക് ആകർഷിക്കും. അവൻ ആ കുടുംബത്തിലെ ഒരു പ്രതാപിയാണ്, ആ കുടുംബത്തിലെ കാരണവരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പൊതുവിശ്വാസിക്കും കൊടുക്കുക. സയ്യിദുന അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 150 ഒട്ടകം കൊടുത്തു. അതിന് കാരണം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു കുലീന തറവാട്ടുകാരനാണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മക്കത്തെ കാരണവരാ. അബൂ സുഫിയാനെ ഈ നിലക്ക് ഇസ്ലാം ആദരിച്ചു എന്ന് കണ്ടാൽ മറ്റുള്ള പലർക്കും ഇതിലേക്ക് ആകർഷണം വരും. അങ്ങനെ പലരുടെയും ഹിദായത്തിന് അത് വഴിയാകും. അങ്ങനെ വന്നാൽ പൊതുവിശ്വാസിക്ക് അവൻ മുതലാളിയാണെങ്കിലും വാരിക്കോരി കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒന്ന് ഫക്കീർ, മറ്റൊന്ന് മിസ്കീന്, മറ്റൊന്ന് പൊതുവിശ്വാസി, മറ്റൊന്ന് കടക്കാരൻ. 5 യാത്ര തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവനോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലുള്ളതോ ആയ യാത്രക്കാരൻ. ഈ 5 വിഭാഗം ആളുകളാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത്. പിന്നെ ഒരാൾ മോചനപത്രം എഴുതപ്പെട്ടവനാണ്, അഥവാ അടിമയാണ്. അവൻ്റെ ഗഡുക്കൾ അടച്ചു തീർക്കുന്നതിലേക്കുള്ള സക്കാത്ത്. ഇവിടെ അടിമ സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ട്, അത് നിലച്ചു പോയതുകൊണ്ട്, ദുർബലപ്പെട്ടതുകൊണ്ടല്ല, അവസാനിച്ചതുകൊണ്ട് അടിമകൾ ഇല്ല. പിന്നെ ഒന്നുള്ളത് യോദ്ധാക്കളാണ്. യോദ്ധാക്കൾ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോകാൻ വേണ്ടി ശമ്പളം പറ്റാതെ പേര് രജിസ്റ്റർ ചെയ്ത ആളുകളാണ്. വേതനം പറ്റാതെ യുദ്ധത്തിന് പോകാൻ വേണ്ടി പേര് രജിസ്റ്റർ ചെയ്ത ആളുകൾ, അതും ഇന്ത്യയിലില്ല. ഇനി അവിടെയുള്ളത് സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ്. സക്കാത്ത് ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്തു മാത്രമേ പ്രത്യക്ഷ സമ്പത്തിൽ സക്കാത്ത് പിരിച്ചെടുക്കാൻ പാടുള്ളൂ. ഇവിടെ ഇസ്ലാമിക ഭരണമുള്ള രാജ്യമല്ല, അതുകൊണ്ട് പ്രത്യക്ഷ സമ്പത്തിലും പരോക്ഷ സമ്പത്തിലും സക്കാത്ത് പിരിച്ചെടുക്കാൻ അധികാരമില്ല. അധികാരമില്ലാത്ത ഒരു സംഗതിക്ക് ജോലിക്കാരെ നിയമിച്ചാൽ അവർ ജോലിക്കാരുമാകില്ല. അതുകൊണ്ട് സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, അതേപ്രകാരം തന്നെ മോചനപത്രം എഴുതപ്പെട്ടവർ, അതേപ്രകാരം യുദ്ധത്തിന് വേതനം പറ്റാതെ പേര് രജിസ്റ്റർ ചെയ്തവർ, ഈ 3 ഗണവും ഇന്ത്യൻ സാഹചര്യത്തിൽ ഇല്ലാത്തതുകൊണ്ട് 5 അവകാശികളാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ ഈ വർഷം സക്കാത്ത് കൊടുക്കാനുണ്ട്. സലാത്ത് നഗറിലെ ഫക്കീർ സെഷനിലേക്ക് 1 ലക്ഷം, മിസ്കീൻ സെഷനിലേക്ക് 1 ലക്ഷം, പൊതുവിശ്വാസി സെഷനിലേക്ക് 1 ലക്ഷം, കടക്കാരുടെ സെഷനിലേക്ക് 1 ലക്ഷം. ഇനി ആരാ ബാക്കി? യാത്രക്കാർ. ഈ 5 കൂട്ടരിലേക്കും
ഓരോ ലക്ഷം രൂപ, അഥവാ 5 കൂട്ടരിലേക്ക് നൽകുന്ന വിഹിതം സമമായിരിക്കണം. 5 കൂട്ടരിൽ നിന്ന് വിവിധ ആളുകൾക്ക് വ്യത്യസ്ത രീതിയിൽ നൽകാം. ഫക്കീർ സെഷനിലേക്ക് നീങ്ങിയത് 1 ലക്ഷമാണ്. 5 ലക്ഷത്തിൽ നിന്ന് അതിൽ ഒരു ഫക്കീറിന് 50,000, മറ്റേ ഫക്കീറിന് 10,000, മറ്റേ ഫക്കീറിന് 1000, മറ്റേ ഫക്കീറിന് 500 അവരുടെ ആവശ്യത്തിൻ്റെ തോതനുസരിച്ച് നൽകാം. 1. രണ്ടാമത്തെ ഒരു രീതി ഇതിൽ ഓരോ സെഷനിൽ നിന്നും 3 പേർക്ക് നൽകുക എന്നതാണ്. ഇന്നമസ്സദഖാത്തു ലിൽ ഫുഖറാഇ എന്ന ബഹുവചനം കൊണ്ട് ഉപയോഗിച്ചതുകൊണ്ട് ബഹുവചനത്തിലെ ഏറ്റവും ചെറിയ അളവ് 3 ആയതുകൊണ്ടും ഓരോ സെഷനിലെയും 3 പേർക്ക് നൽകുക എന്നതാണ്. അപ്പം 3 ഫക്കീർ, 3 മിസ്കീൻ, 3 പൊതുവിശ്വാസികൾ, അല്ലെങ്കിൽ ഉള്ളവർ, ഇല്ലെങ്കിൽ ചിലപ്പോൾ 2 പൊതുവിശ്വാസികളെ നാട്ടിലുണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ തീരെ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ 4 ഉള്ളൂ, 4 സെറ്റേ ഉള്ളൂ. ആ സെഷനിലേക്ക് നീങ്ങുന്നത് 3 ആളുകളെ തിരഞ്ഞെടുത്ത് അവർക്ക് കൊടുക്കുക. ഇതിൻ്റെ രണ്ടാമത്തെ രീതി. അതിന് മാത്രമൊന്നുമില്ല, ആകെ ചെറിയ ഒരു പെട്ടിക്കച്ചവടം. ആ പെട്ടിക്കച്ചവടത്തിൽ നിന്ന് കണക്ക് കൂട്ടി നോക്കുമ്പോൾ മൊത്തം സക്കാത്തിൻ്റെ മുതലാണ് ചൂട് ഒരു 50 ഉറുപ്പ്യ ഉണ്ട്. അത് ഒരാൾക്കാണ് കൊടുക്കുക. അപ്പോൾ ഒരാൾക്ക് കൊടുത്താൽ മതി. അഥവാ സക്കാത്ത് കൊടുക്കാനുള്ള, സക്കാത്ത് വിഹിതിച്ചു കൊടുക്കാനുള്ള സമ്പത്ത് ഇവൻ്റെ കയ്യിൽ ഉണ്ടാകുന്നതിന് അളവനുസരിച്ചാണ് രീതി വരുന്നത്. എല്ലാം കൂടി ഒരാൾക്ക് കൊടുത്തു. ഒരാൾക്ക് എങ്ങനെ കൊടുത്തു? ഒരു ഫക്കീർ, അയാൾ ഒരു കച്ചവട പ്രിയനാണ്, അയാൾക്ക് നിങ്ങൾ എത്ര കൊടുത്തു? 75,000 കൊടുത്തു. 1 ലക്ഷം ഓല സെഷനിലേക്കുള്ള. ഓക്കെ. പിന്നെ വേറെ ഒരാൾക്കൊരു 10,000, വേറെ ഒരാൾക്കൊരു 5,000 കൊടുത്തു. മതി, പോകട്ടെ. ഇനി നിങ്ങൾ ആ 1 ലക്ഷം ആ ഒരാൾക്കാണ് കൊടുത്തു, എന്നാലും മതി. ഈ 3 രീതിയും ഇതിൽ സ്വീകരിക്കാം. സമ്പത്ത് കൂടുതലുണ്ടെങ്കിൽ 1-ാം രീതി സ്വീകരിക്കലാണ് അഭികാമ്യം. ഒരു വല്ലാതെ ഒന്നുമില്ല, കുറച്ചൊക്കെ ഉണ്ട്, എന്നാൽ 2-ാം രീതി സ്വീകരിക്കലാണ് അഭികാമ്യം. 2-ാം രീതി സ്വീകരിക്കാം. 2-ാം രീതി സ്വീകരിക്കലാണ് അഭികാമ്യം എന്നല്ല, 2-ാം രീതി സ്വീകരിക്കാം. കുറച്ചേ ഉള്ളൂ, എന്നാൽ അവിടെ 3-ാം രീതി സ്വീകരിക്കാം. കാശ് കടം കൊടുത്ത് അത് സമയത്ത് തിരിച്ചു കിട്ടിയില്ല, പറഞ്ഞ സമയത്ത് കിട്ടിയില്ല, അപ്പൊ അതുകൊണ്ട് സക്കാത്ത് കൊടുക്കണം. രാമദ്ഹബിലാവൾ തരാ അവൻ്റെ പേര് രാമദ്ഹബ് എന്നാണ് ഞങ്ങൾ പറയും. അഥവാ കടത്തിൻ്റെ സക്കാത്ത് കിട്ടുമെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്താൽ മതി. കടത്തിൻ്റെ സക്കാത്ത് കിട്ടുമ്പോൾ സക്കാത്ത് നൽകിയാൽ മതി. പക്ഷേ കിട്ടിയത് എത്ര വർഷമാണെങ്കിലും ആ വർഷത്തിനൊക്കെ സക്കാത്ത് കൊടുക്കണം. ഉദാഹരണം, 1 ലക്ഷം രൂപ നിങ്ങൾ കടമായിട്ട് കൊടുത്തു. 10 വർഷം കഴിഞ്ഞിട്ടാണ് ആ 1 ലക്ഷം രൂപ തിരിച്ചു കിട്ടുന്നതെങ്കിൽ ആദ്യത്തെ വർഷത്തിൽ നിങ്ങൾ കൊടുക്കേണ്ടത് 1 ലക്ഷത്തിൻ്റെ സക്കാത്ത് 2,500. രണ്ടാമത്തെ കൊടുക്കേണ്ടത് 97,500 രൂപയുടെ 2.5%. മൂന്നാമത്തെ വർഷം നിങ്ങൾ കൊടുക്കേണ്ടത് ആ സക്കാത്ത് കൊടുത്ത ബാക്കി സംഖ്യയുടെ 2.5%. അങ്ങനെ കേരി പോകും. കിട്ടിയതിന് ശേഷം സക്കാത്ത് കൊടുത്താൽ മതി. കിട്ടാനുള്ള കടത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കൊടുത്താൽ സക്കാത്ത് വീടും. കടത്തിനെല്ലാം കിട്ടിയതിന് ശേഷം സക്കാത്ത് കൊടുത്താൽ മതി. കിട്ടുമ്പോഴുള്ള 1 വർഷത്തിന് പോരാ, ഏത് വർഷത്തിലാണ് ഞാനത് കൊടുത്തത്, ഇപ്പോൾ എത്ര വർഷമായി എന്നതൊക്കെ. സ്ത്രീധനത്തിലും വരും ആ വിഷയം. 20 കൊല്ലം കഴിഞ്ഞിട്ട് തലാഖ് പിരിഞ്ഞാൽ കണക്ക് കൂട്ടണം, ഇങ്ങോട്ട് കൊടുക്കണം. അവിടെ സഞ്ചാരി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മുസാഫർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനോ സഞ്ചാര ചരിത്രങ്ങൾ എഴുതാനോ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്ന പഴയ കാലത്തെ മുസാഫർ ഹലാലായ യാത്രയാണ്. മുൻഷിഉ സഫരിൻ മുബാഹിൻ, ഹലാലായ യാത്രയെ ഉണ്ടാക്കിയവൻ, അല്ലെങ്കിൽ ഹലാലായ യാത്രയെ ഉദ്ദേശിക്കുന്നവൻ. വലൗ ലിന്നുസ്ഹത്തി എന്ന് ഹലാലായ യാത്രയുടെ രാജ്യം സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. അത് അനുവദനീയമായ ദർശനമാണെങ്കിൽ അവരും ഈ ഗണത്തിൽ വരും. അപ്പം ഈ കാലത്ത് അധിക പേരും സമ്പന്നരായ ആളുകൾ കറക്റ്റ് ചെയ്ത യാത്രയാണല്ലോ, സമ്പന്നരാണ് ചെയ്യുന്നത്.
സമ്പന്നരായ ആളുകൾ ആണ് ഈ യാത്ര പോകുന്നത്, ഈ യാത്രക്ക് വേണ്ടി ഒരുങ്ങുന്നത് എങ്കിൽ അവരുടെ യാത്രയെ സംബന്ധിച്ച് ശരിക്കും പഠിച്ചാൽ അതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഹലാലല്ലാത്ത രീതി കാണാൻ സാധിക്കും. ഞാൻ ഉദാഹരണം പറയാം. അതങ്ങനെ രക്ഷപ്പെട്ടു പോയി അങ്ങനെ കഴിച്ചിലാക്കാൻ പറ്റൂല. അഥവാ ഒരാളിപ്പോൾ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ നിങ്ങളിപ്പോൾ എല്ലാ കൊല്ലും ഇങ്ങനെ ഉംറക്ക് പോകലുണ്ടല്ലോ, നിങ്ങളെല്ലേ കൊല്ലും ഇങ്ങനെ ഉംറക്ക് പോകലുണ്ടല്ലോ എന്ന് വലിയ മധുഹായിട്ട് നമ്മളെ ഉസ്താദ് അയാളോട് പറഞ്ഞപ്പോൾ ഉസ്താദിനോട് അയാൾ പറഞ്ഞു, അതെ ഉംറക്ക് പോയാലേ ഒരു 40,000 50,000 കൊണ്ട് വിഷയം തീരും. ഞാൻ ഇവിടെ എങ്ങാനും ഇരിക്കുകയാണെങ്കിൽ ഓരോ ദിവസം 10,000 കൊടുക്കേണ്ടി വരും. അപ്പം എനിക്ക് 3 ലക്ഷം. അപ്പം എനിക്ക് എന്തായാലും വലിയൊരു ലാഭമുണ്ട്. അയാളിപ്പോൾ യാത്ര പോയത് നല്ലൊരു ലക്ഷ്യത്തിനാണ്. എന്താ നിങ്ങൾ ഇപ്പം സക്കാത്ത് കൊടുക്കണേന്ന് കഴിച്ചിലാകാൻ. ഞാനിപ്പോൾ ഈ അടുത്ത് കരിപ്പൂർ ചെന്നപ്പോൾ ഒരു ബഡാ മുതലാളി ഉംറക്കുമുണ്ട്. എനിക്ക് ഈ പറഞ്ഞ വർത്താനം അതും കൂടി ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇയാളിപ്പോൾ പോണത് ഇങ്ങനെ തന്നെയാണോ പഠിച്ചോനെ. പക്ഷെ അയാൾ സക്കാത്തൊക്കെ വന്നിട്ട് കൊടുക്കാൻ ഏൽപ്പിച്ചേ ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ഒരു നുസ്ഹത്ത് അഥവാ അങ്ങനെയുള്ള പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും പോകുന്ന ആളുകൾ ആ ലക്ഷ്യത്തിൽ മാറ്റമുള്ളത് കൊണ്ട് അത് ഹലാലല്ലാത്തൊരു പോക്കാവും. കാരണം സക്കാത്ത് എന്ന നിർബന്ധമായ ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന ലക്ഷ്യത്തിലാണ് അയാൾ യാത്ര പോയിട്ടുള്ളത്. ആ യാത്ര ഹറാമാണ്. ഓനൊന്നും ഇതിൽ പരിഗണിക്കൂല. എങ്ങനെ സാമ്പത്തികമായി കഴിവുള്ള ആളുകൾക്ക് ഈ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? യാത്രക്കാരാണെങ്കിൽ തന്നെ സാമ്പത്തികമായി കഴിവുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അവർ യാത്ര വഴിമുട്ടാണ്. യാത്രയിലൊരു സഹായമാണ് കൈത്താങ്. അത് യാത്രയിൽ അയാൾ വഴിമുട്ടിപ്പോയി. ഈ ഒരു ഗണം, ഈ ഒരു വിഷയം തന്നെ വെക്കാൻ കാരണം അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം നല്ല സുഖമുള്ളൂ. ഏകദേശം സക്കാത്ത് കൊടുക്കുന്നിടത്ത് കൊക്കാണ് പോവുക. അവർ സിയാറത്ത് ലക്ഷ്യം വെച്ച് ഉള്ളാടത്തേക്കാണ് പോവുക. കാസർഗോഡ് ഇറങ്ങി, കണ്ണൂർ ഇറങ്ങി, കോഴിക്കോട് ഇറങ്ങി, അവിടെയൊക്കെ ഇറങ്ങി വലിയ വലിയ മുതലാളിമാരെ പെരയുന്നു ഞാൻ യാത്രക്കാരനാണെന്നും പറഞ്ഞിട്ട്. അപ്പം പിന്നെ അതിൻ്റെ സംഗതി പോയി. അപ്പോൾ അത് അങ്ങനെ പരന്ന് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നല്ല. യാത്രക്കാരൻ എന്നതൊരു കൈത്താങ് ആവശ്യമുള്ളവനാണ്. അതുകൊണ്ടാണ് അവനെ സക്കാത്തിൻ്റെ അവകാശികളിൽ ഉൾപ്പെടുത്താൻ കാരണം. വ്യത്യസ്തമായ 3 ഷോപ്പുണ്ട് ഒരു വ്യക്തിക്ക്. ഓക്കെ, വർഷാന്ത സ്റ്റോക്ക് എടുക്കുമ്പോൾ അതിൻ്റെതായ സക്കാത്ത് പൈസ, ഇത് ഷെയർ കച്ചവടങ്ങളാണ്. അത് പറയാൻ വിട്ടത് ഷെയർ സ്ഥാപനമാണ്. അപ്പോൾ ഈ സക്കാത്തിൻ്റെ പൈസ ഈ വ്യക്തിക്ക് 3 സ്ഥാപനങ്ങളും ഓരോ വർഷം കിട്ടുമ്പോൾ കയ്യിൽ കിട്ടും. ഓക്കെ, ഈ കൈ രണ്ടാമത് ഇയാൾ ബിസിനസ്സിൽ ഇയാൾ ആ വർഷം പറ്റത്തമർന്നു റിയൽ എസ്റ്റേറ്റിൽ. 4ാമത്തെ സ്ഥാപനം. 4ാമത്തെ സ്ഥാപനമല്ല, അതെ, പറഞ്ഞു എന്നുള്ളൂ. മൊത്തം കണക്കൂട്ടി നോക്കുമ്പോൾ ഇയാൾക്ക് നഷ്ടത്തിലാണ് ഈ സക്കാത്ത് കൊടുക്കാനുള്ള എമൗണ്ടിൽ. കാരണം ഈ 3 ഷോപ്പിൽ മുടക്കിയ എമൗണ്ടിനിലേറെ ഇയാൾക്ക് കടണ്ട്. ഇനി ഞാനാണ് പറയാം. ഇപ്പം എല്ലാവർക്കും ചോദ്യം തിരിഞ്ഞോണം, ഉത്തരവും തിരിഞ്ഞു. അതായത് ഈ വ്യക്തി കടക്കാരനാണ് എന്ന നിലക്ക് അയാൾ സക്കാത്തിന് അവകാശിയാണ്. ഈ വ്യക്തി 3 സ്ഥാപനത്തിൻ്റെ കച്ചവടക്കാരനാണ്. അതുകൊണ്ട് ഇയാൾ സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ആളുമാണ്. സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെടുന്നവർ തന്നെ സക്കാത്ത് വാങ്ങാൻ മറ്റൊരു വിധത്തിൽ അവകാശപ്പെടുന്നു എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ചുരുക്കം. അഥവാ അയാൾ റിയൽ എസ്റ്റേറ്റിൽ പൊട്ടി എന്നതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന 3 സ്ഥാപനത്തിൻ്റെ സക്കാത്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതിന് കാരണം ഞാൻ നേരത്തെ എൻ്റെ ബേസിക് ഫോമിൽ ഞാനത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിനാണ് ഞാനത് പറഞ്ഞത്. ഇതിൽ കസ്റു ഖുലൂബിൽ മുസ്തഹിഖീൻ, അവകാശികളുടെ ഹൃദയം പൊട്ടുക, അവർ മനം വേദനിക്കുക. നിങ്ങളെ സ്ഥാപനമൊക്കെ നടത്തി, നിങ്ങൾക്കൊരു ജ്വല്ലറി ഉണ്ട്, വേറൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, നിങ്ങൾക്ക് സക്കാത്ത് തരാവുന്നതാണ്. അതൊരു പ്രത്യേകമായ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഉത്തരം അതിലധികം ഇമ്പോർട്ടൻ്റ് ആണ്. സക്കാത്ത് വാങ്ങിയവർ തന്നെയും മറ്റൊരു വിധത്തിൽ സക്കാത്ത് കൊടുക്കുന്നവർ തന്നെയും മറ്റൊരു വിധത്തിൽ സക്കാത്തിന് അവകാശികളാകും. ഞാൻ പറയാം, അതിലേറെ സിമ്പിളായ ഒരു ഉത്തരം ഞാൻ പറയാം. ഒരു ചെറിയ പെട്ടിക്കട കച്ചവടക്കാരൻ
പെട്ടിക്കട എന്ന് പറഞ്ഞാൽ തന്നെ അതിലുണ്ടാവൽ വെറ്റില, അടക്ക, നൂറ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു സംഭവം. ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ മൊത്തം കണക്കൂട്ടി നോക്കുമ്പോൾ സോപ്പും സാബൂനും അവിടെയുള്ള മറ്റ് പിന്നെ ബ്രഷും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോക്ക് എടുപ്പ് നടത്തി നോക്കുമ്പോൾ ഒരു 35,000 മുതലുണ്ട്. തുടങ്ങിയത് ഒരു 5,000 റുപ്യ ആരോ കൊടുത്തിട്ട് കഴിഞ്ഞ കൊല്ലം സക്കാത്ത് കൊടുത്തിട്ട് തുടങ്ങിയതാ. ചാന്ദ്രിക വർഷം ചുറ്റെത്തിയപ്പോഴേക്ക് ഒരു 35,000 റുപ്യേൻ്റെ മുതലുണ്ട്. അതിൽ വിൽക്കൽ ലക്ഷ്യമുള്ള മുതൽ തന്നെ. എങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കണം. ആ സാധുവിന് ആ കടയിൽ നിന്ന് കിട്ടിയിട്ട് തികയണില്ല. സാധു ഫക്കീറാണ്. ഇപ്പൊ ഫക്കീറായ വ്യക്തി സക്കാത്ത് കൊടുക്കേണ്ടി വരുന്നു. ഫക്കീർ എന്ന ലെവലിൽ അവൻ സക്കാത്ത് സ്വീകരിക്കുന്നു. എന്നാൽ അത് ചുറ്റിയടക്കിക്കാണ്ട് ഇജന്നട ഫക്കീർ എന്നിട്ട് ഇങ്ങോട്ട് ഒത്തിരിക്കാൻ പറ്റുമോ? അത് പറ്റൂല. വാങ്ങുന്നവനും കൊടുക്കുന്നവനും രണ്ടാളാകണം. മുജീബും അതേ പ്രകാരം തന്നെ കാബിലും രണ്ടാളാകണം. അത് കൊടുക്കുന്നവനും വാങ്ങുന്നവനും രണ്ടാളാകണം. ഇജന്ന ഫക്കീർ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ ഭാര്യയായിട്ട് ബന്ധപ്പെട്ടു റമളാനിൽ, എന്നാൽ ഇവിടെ കുറച്ചു നേരം കുത്തർക്ക് എന്തെങ്കിലും വരുമോ നോക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഈത്തപ്പഴത്തിൻ്റെ കൊട്ടയിട്ട് ആൾ വന്നു. ഇത് കൊണ്ടേക്കാണ്ട് സദഖ ചെയ്ത ആൾ എന്ന് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രതിവിധിയല്ല, ഒരു താൽക്കാലിക ശമനം ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞതാണ്. എന്നല്ലാതെ ഇനിയിപ്പോൾ ഒരു ഈത്തപ്പഴം ഒരു കൊട്ട ഈത്തപ്പഴം വാങ്ങിക്കാണ്ട് ആ ഈത്തപ്പഴ കൊട്ടമ്മൽ പിന്നെ ഇതൊക്കെ പാടെ ശരിയാക്കാൻ നിൽക്കണ്ട. അത് വേറെ വിഷയമാണ്. ഇതൊക്കെ ഇതിനൊക്കെ പാടെ മസാലങ്ങൾ പിടിച്ചെടുക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞാൽ കേട്ടാൽ മതി. അത് അവിടെ പറഞ്ഞു എന്നുള്ള താൽക്കാലിക ശമനത്തിന് വേണ്ടിയാണ്. അപ്പം ഇന്നിപ്പോൾ ആകെ കിട്ടിയത് എന്താ? പോണ നേരത്ത് പറയാം. ഇന്നിപ്പോൾ ആകെ കിട്ടിയത് ഒരു കൊട്ട ഈത്തപ്പഴം ഉണ്ടായാൽ, കാരക്ക ഉണ്ടായാൽ അത്യാവശ്യം സംഗതിയൊക്കെ നിറവേറ്റാൻ പറ്റുന്ന ഒരു വല്ലാസിൽ നിന്ന് കിട്ടി പോകുമ്പോൾ പറയാം. ആ സംഗതിക്ക് നിൽക്കേണ്ട, അത് വേറെ മസലുണ്ട്. അത് 60 ദിവസം ഒരടിമയെ മോചിപ്പിക്കണം. അങ്ങനെ ചെയ്താൽ അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 2 മാസം തുടരെയായി നോമ്പനുഷ്ഠിക്കണം. അതിന് സാധ്യമല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് മുദ്ദ് ഭക്ഷണം നൽകണം. ഇതാണ് അതിൻ്റെ നിയമം. അപ്പോൾ പിന്നെ ഇവിടെ കാരക്ക കൊടുത്തതോ ഈത്തപ്പഴം കൊടുത്തതോ അത് ഒരു തെറ്റ് ചെയ്താൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു താൽക്കാലിക ശമനിയായിട്ട്, അത് ഏത് തെറ്റ് ചെയ്താലും അതൊന്ന് സദഖ ചെയ്തിട്ട് അതിന് അള്ളാൻ്റെ ഒളവൊന്ന് ഒതുക്കുക, അള്ളാൻ്റെ ദേഷ്യം ഒന്ന് ഒതുക്കുക. ജുമാക്ക് പോകാതിരുന്നാൽ നിസ്ഫു ദീനാർ കൊടുക്കണം എന്ന് വന്നില്ലേ ഹദീസിൽ. അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് ഒരു ജുമാക്ക് പോകാത്തതിന് പരിഹാരം കായുള്ളവർക്കൊന്നും ജുമാക്ക് പോകണ്ടെന്ന അർത്ഥത്തിനല്ല. ഒരു തെറ്റ് ചെയ്താൽ അള്ളാഹു തആലക്ക് ഏറ്റവും ദേഷ്യം വന്നുപോയി. ആ ദേഷ്യത്തെ ഒതുക്കാൻ സദഖ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അള്ളാഹിൻ്റെ അടിമകളെ സഹായിക്കുക എന്നുള്ളത് ആ നിലക്കുള്ളതാ. ഞാനിത് പറഞ്ഞപ്പോൾ ഇതൊക്കെ പറയേണ്ടി വന്നു, നിങ്ങൾ തെറ്റിദ്ധരിച്ചോ എന്ന് പഠിച്ചിട്ട്. എൻ്റെ വിഷയം അതൊന്നുമല്ല. അതിൽ ഇയാൾ ഈ കാരക്ക കൊട്ട കിട്ടിയേക്കുന്ന ആർക്കാ നബിയെ കൊടുക്കേണ്ടതോ ചോദിച്ചു. ഇത് മദീനത്തെ സാധുക്കൾക്ക് കൊണ്ട് കൊടുക്കി. മാ ബൈന ലാബത്തയിൽ മദീനത്തി അഫ്ഖഹു മിന്നീ എന്ന് പറഞ്ഞു. പഠിച്ചോനെ നബിയെ, ഈ മദീനയുടെ 2 മലമടക്കിനിടയിൽ എന്നെക്കാൾ സാധുവായൊരു മനുഷ്യനില്ല, നജ്ജാൻ കൊണ്ടേക്കുക. റസൂലുള്ളാഹി അങ്ങോട്ട് ചിരിച്ചു. എന്താ ഇപ്പം ചിരിച്ചാൻ? ഇതൊക്കെ പാടെ ആയി വന്നും ചെയ്തു. വന്നതിൻ്റെ ശേഷം പിന്നെ അതൊക്കെ പാടെ ഇതിനൊരു പരിഹാരമായിട്ട് കൊടുത്തും ചെയ്തു. ആ കൊടുത്ത മുതൽ എന്നെ പുറത്തു കൊടുക്കാൻ ഇയാൾ തയ്യാറുമല്ല. അങ്ങനെ വന്നപ്പോൾ പിന്നെ ചിരിച്ചില്ലാതെ എന്താ കാട്ടണു? ഇതതിൻ്റെ ഹുക്കുമല്ല, അതൊരു ഇടപെടലിലുള്ള സൗന്ദര്യമാണ്. അദ്ദീനു അൽ മുആമല. നമ്മളൊക്കെയാണെങ്കിൽ ബഡ്ഡി എടുത്തിട്ടാണ്ട് ബെയ്ത്താലോ കൂടും. റസൂലുള്ളാഹിന്റെ ഒരു ഖുലുഖ് നോക്കാൻ നിങ്ങൾ. അപ്പം ചിരിച്ചാൻ കഴിയാന്നുള്ളത് വല്ലാത്തൊരു മനസ്സാണ്. ആ ടൈമിൽ ചിരിച്ചാൻ കഴിയാന്നുള്ളതേ. അപ്പം ഞാൻ പറഞ്ഞത്, സക്കാത്ത് കൊടുക്കേണ്ട വ്യക്തി സക്കാത്തിൻ്റെ അവകാശിയും ആണെങ്കിൽ അവൻ്റെ സക്കാത്ത് അവൻ്റെ കീശയിലേക്ക് തന്നെ ഇടാൻ പറ്റൂല. അതിനാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. നേരത്തെ ഉദാഹരണം പറഞ്ഞല്ലോ, 5,000 റുപ്യ കൊണ്ട് ഒരു പെട്ടിക്കട തുടങ്ങി. അയാൾക്ക് സ്റ്റോക്ക് എടുത്ത് നോക്കുമ്പോൾ 35,000 റുപ്യ ഉണ്ട്. വർഷം തികഞ്ഞ് സ്റ്റോക്ക് എടുപ്പെടുത്തു. ഒരു 50,000 റുപ്യ കടമുണ്ട്. 50,000 റുപ്യ കട ഉണ്ട്. കൈസായ എങ്ങനെ വന്നു കട? അയാൾ മുതലിറക്കിയ കട. മുതലിറക്കിയാലും മറ്റുള്ള എന്ത് കേടാണെങ്കിലും കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിട്ടോ. കുട്ടികൾക്ക് തിന്നാൻ കൊടുത്താൽ അങ്ങനെ ഇറച്ചി വെച്ചിട്ടൊന്നും കാര്യമില്ല. സക്കാത്താണ് കൊടുക്കേണ്ടത്. അതിനാ ഞാൻ പറഞ്ഞു ഓൻ അവകാശിയാണ്.
ഓനെ കണ്ടു കൊടുക്കാൻ കഴിയണം. സമൂഹത്തിൽ ആരാത് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കണം. ഞാൻ പറയട്ടെ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും സക്കാത്ത് നൽകേണ്ട വ്യക്തികൾ നോക്കി നിൽക്കേണ്ടത് ഈ സമൂഹത്തിലെ സാധാരണക്കാരനെയല്ല. പിന്നെയോ, ഒരു കാലത്ത് നല്ല ഡമ്പിൽ ജീവിച്ചു, കൂലിപ്പണിക്ക് പോകാൻ കഴിയൂല, കാരണം അവൻ്റെ കുലീന തറവാടതിന് തടസ്സമാണ്. എന്നാൽ അവൻ്റെ കയ്യിലോ എന്തെങ്കിലും ഒന്നുണ്ടോ, ഒന്നൊറ്റല്യാനും അവനിങ്ങനെ കരിഞ്ഞ് കത്തിക്കരിഞ്ഞ് കൽബകം പടച്ച് ജീവിക്കുകയാണ്. അങ്ങനത്തവന് ഒരു വീടുണ്ട്, അതവൻ്റെ തറവാട്ടിനോട് ചോദിച്ചൊരു വീടാ, മത്തി വാങ്ങാൻ കാശില്ല, അവരെ കണ്ടിട്ട് സക്കാത്ത് പോകട്ടെ. നന്ന സാധുക്കൾക്ക് അല്ലാഹ് അൽഹംദുലില്ലാ സമൂഹം അവരെ കാണുന്നുണ്ട്. തുടരണം, നിർത്തേണ്ടതില്ല, നിർത്തരുത്. വലിയ മുതലാളിമാർ, അവർക്ക് സമ്പത്ത് പുല്ലാണ്. അതിന് ഇടയിൽ കുടുങ്ങിയ ചില പേരുണ്ട്, അവരെ നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് ഓരോരുത്തരുടെയും സമ്പത്ത് അവൻ്റെ കച്ചവട സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലും ആ മഹലിലും, അവൻ്റെ മറ്റു സമ്പത്തുകളാണെങ്കിൽ അവൻ ജീവിക്കുന്ന മഹലിലും കൊടുക്കണമെന്ന് പറയാൻ കാരണം ആ മഹലിലെ ജനങ്ങളുടെ പൾസ് അറിയുന്നത് അവനാണ്. ആ പൾസറിഞ്ഞ് അവരുടെ ഹിസ്റ്ററികൾ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ സാമ്പത്തിക നിലയും പട്ടിണിയും പരിവട്ടവും ചോദിച്ചറിഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ ധീരമായി ഇടപെടാൻ സാധിക്കണം. അതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ സക്കാത്തിൻ്റെ വിഹിതത്തിൽ ഇങ്ങനെ ഒരു നിയമം വരാൻ കാരണം. നഖുലുസ് സക്കാത്ത്, സക്കാത്ത് സ്ഥലം മാറ്റി കൊടുക്കുക എന്ന വിഷയം ഷാഫി മദ്ഹബിലെ ബലപ്പെട്ട ഖൗലല്ല, എങ്കിലും ബുദ്ധിമുട്ടുന്ന സമയത്ത് എടുക്കാൻ മാത്രം ബലമുള്ള ഖൗലാണ് താനും. സക്കാത്ത് മഹല്ല് മാറി കൊടുക്കാൻ പറ്റുമോ? അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. തിരിനോൽക്കാണ് തിരിഞ്ഞു അത്. അഥവാ ഷാഫി മദ്ഹബിൽ സക്കാത്ത് നൽകേണ്ടത് മഹല്ല് വിട്ട് സക്കാത്ത് കൊടുക്കാൻ അവിടെയൊക്കെ വളരെ കൂടുതൽ സാധുക്കളുണ്ട്, കുടുംബങ്ങൾ അവിടെയുണ്ട്. അല്ലെങ്കിൽ ഗൾഫിലെ കച്ചവടക്കാർ അവരെ നാട്ടിലേക്ക് മണമയക്കുന്നു, അവിടെ ഒന്നും കൊടുക്കാൻ അവിടത്തേക്കാളും ആവശ്യം ഇവിടെയാണ്. അങ്ങനെ രീതിയിൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് തന്നെ സക്കാത്ത് നീക്കം ചെയ്യാൻ പറ്റും എന്ന അമലിന് ബലമുള്ള അത്രയും ശക്തിയുള്ള ഖൗലുണ്ട്. മുഴുത്തമത് എൻ്റെത് പ്യുവറായി നൽകണം, എൻ്റെത് കിളിയായിട്ട് നൽകണം, ഞാൻ അങ്ങനെ ഒരു രണ്ടാം ഖൗലിലേക്കൊന്നും നീങ്ങണ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അവൻ മഹല്ലിൽ തന്നെ കൊടുക്കണം. ഈ ഭൂസ്വത്ത് വന്ന് പിരിയുമെന്നുള്ള സക്കാത്ത് എങ്ങനെ? ഭൂസ്വത്താ? ഭൂസ്വത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയായ സ്വത്ത് എന്നാണ്. ഭൂമിയായ സ്വത്തിന് സക്കാത്തില്ല, ഭൂമിയായ സ്വത്തിന് സക്കാത്ത് ഇല്ല. പക്ഷേ ഭൂമി വിറ്റ് കാശൊരു വർഷം സൂക്ഷിച്ചാൽ അപ്പോൾ സക്കാത്തുണ്ട്. ഒരാളുടെ കയ്യിൽ 10 ഏക്കർ ഭൂമിയുണ്ട്, തരിശായി കിടക്കുകയാണ്, അതിന് സക്കാത്തില്ല. ഇനി നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ അടുത്ത് ഉത്തരമുണ്ട്. നമ്മളെ ഏർപ്പാട് നടക്കുന്ന മലപ്പുറത്താണ്. നമുക്ക് സക്കാത്ത് അവിടെ നിന്നാണ് കിട്ടുന്നത് വെച്ചെങ്കിലേ ഇവിടെ കൊടുക്കുന്ന ചുറ്റുപാട് എങ്ങനെ? അവിടെ നിങ്ങൾക്കൊരു രീതിയുണ്ട്. ഒരു സ്ഥലത്ത് കച്ചവട സ്ഥാപനം ആവുകയും ആ സ്ഥലത്ത് സക്കാത്ത് വാങ്ങാൻ അവകാശികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ അടുത്ത സ്ഥലത്തേക്ക് നീക്കാം. ഷാഫി മദ്ഹബിലെ 1-ാം ഖൗലനുസരിച്ച് തന്നെ നഖുലു സക്കാത്ത് ഞാൻ പറയാം, ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ, കച്ചവടക്കാർക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഖൗലാണ്. സക്കാത്തിനെ സ്ഥലം മാറ്റി കുടുംബങ്ങളിലേക്കും തൻ്റെ നാടുകളിലേക്കൊക്കെ നീക്കാം എന്ന ഖൗല് ഷാഫി മദ്ഹബിൽ അമലിന് പറ്റിയ, നമുക്ക് ചെയ്യാൻ പറ്റിയ ഫലമുള്ള ഖൗല് തന്നെയാണ്. കൂടുതലായി ഏഞ്ഞെഞ്ഞ് കൂടേണ്ടതില്ല. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠം കൂടി ആർക്കാ കൊടുക്കല്? ഒന്നും കൂടി അവല്. എങ്ങനെ നമ്മൾ ഈ പൈസ കൊടുക്കുന്ന അവല് ആർക്കാണ് നല്ലത് കൊടുക്കാൻ? സക്കാത്ത് ആർക്കാണ് ഏറ്റവും ശ്രേഷ്ഠം? ഫക്കീറായാൽ കൊടുക്കുക. അവനാരാ? പകുതി, ആവശ്യമുള്ളതിൻ്റെ പകുതിയില്ലാത്തവൻ ഫക്കീർ. ഒരു ദിവസം അവന് 200 രൂപ ചെലവുണ്ട്, 100 രൂപ പോലും കിട്ടുന്നില്ല, അവൻ ഫക്കീറാണ്. ആവശ്യമുള്ളതിൻ്റെ പകുതി കിട്ടുന്നുണ്ട്, പകുതിയിലധികമോ കിട്ടുന്നുണ്ട്, പക്ഷേ തികയുന്നില്ല, അവൻ മിസ്കീനാണ്.
ആ കൊടുക്കുന്നതിൽ നിങ്ങൾ ചില ആളുകൾക്കേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ അതിൽ അത്യാവശ്യം മട്ടത്തിലൊക്കെ ഉള്ള മൂല്യന്മാരും പിന്നെ സ്വാലിഹീങ്ങളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള സലാഹൊക്കെ ഉള്ള നമ്മളെ മുതൽ തിന്നണത് നല്ല മനുഷ്യന്മാരായിക്കോട്ടെ എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവകാശികളിൽ നിന്ന് സ്വാലിഹീങ്ങളെ തിരഞ്ഞെടുത്ത് നമ്മുടെ മുതൽ കൊടുക്കുന്നത് പുണ്യമുണ്ട്. ഉസ്താദ് മലപ്പുറത്ത് ആളുകൾ കുറവാണ്, മേൽമുറിയാണ് എന്നപ്പോൾ പറഞ്ഞത്. പക്ഷെ മലപ്പുറത്ത് ഇഷ്ടംമാതിരി അതിൻ്റെ അർഹതയുള്ള ആളുകളുണ്ട്. എന്നാ പിന്നെ അവിടെ തന്നെ കൊടുത്താളി. ഇത് വലിയ ടൗണൊക്കെ ആണെങ്കിൽ ഞാൻ പറയാം, ഇപ്പോൾ മലപ്പുറം ടൗണിൽ മേൽമുറി ജ്വല്ലറി, APM ജ്വല്ലറി, കുന്നത്ത് ജ്വല്ലറി, ഈ ജ്വല്ലറിക്കാർ ഇവലൊക്കെ പാടെ മലപ്പുറത്ത് നിങ്ങളും സക്കാത്ത് കൊടുത്തേക്കുകയാണെങ്കിൽ മലപ്പുറം നിങ്ങൾക്ക് ഒരു നല്ല സമ്പന്ന ഗ്രാമമാക്കാമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ കാലം വരെ ചെയ്തില്ല? അണ്ണുണ്ണിമൽ 40 വീടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് ഈ എന്താ ഈ MBHൻ്റെ ഇവിടെ ഈ ഭാഗം എന്താ ഇതിന് പറച്ചിൽ, അതിൻ്റെ അപ്പുറത്ത് വല്യരമ്പത്ത് ഒരു 40 വീടുണ്ട്. ആകെ മലപ്പുറത്ത് ഒന്നായിട്ട് കൂട്ടിയാൽ ഒരു 10-250 വീടുണ്ടാവും. ഈ 250 വീട്ടുകാരെ മലപ്പുറത്തെ കച്ചവടക്കാർ ഒരൊറ്റ വർഷം താങ്ങിയാൽ മതിയായിരുന്നു. എന്തെങ്കിലൊന്നും ഒരുങ്ങേനും അടുത്ത വർഷം ഒറ്റ കുട്ടിക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല. ഒരാൾ കച്ചവട പ്രിയനാണ്, അയാൾക്ക് കച്ചവടത്തിനുള്ള കാശ് കൊടുത്തു എല്ലാവരും കൂടി ആയിട്ട്. വേറൊരാൾ നല്ല ആശാരിപ്പണിക്കാരനാണ്, ഓന് നല്ല ഒരു ഫാക്ടറി തുറന്നു കൊടുത്തു. അഥവാ അതിനുള്ള കാശ് കൊടുത്തു, അവൻ്റെ കയ്യിൽ കാശ് കൊടുക്കണം. അങ്ങനെ ഓൻ്റെ ജീവിതത്തിൻ്റെ ഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം. വേറൊരാൾ നല്ല ഭാഷ സംസാരിക്കാനൊക്കെ കഴിവുള്ള ആളാണ്, ഓന് ഗൾഫിക്ക് ഒരു വിസ എടുത്തു കൊടുക്കാനുള്ള സക്കാത്തിൻ്റെ പൈസ കൊടുത്തു. അങ്ങനെ മലപ്പുറത്തെ നിങ്ങൾ ഒന്നായിട്ടൊന്ന് ശരിപ്പെടുത്തിക്കണമെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് തുടച്ച് മാറ്റാമായിരുന്നു മലപ്പുറത്തെ. ഇപ്പോഴും എങ്ങനെ അവിടെ സാധുക്കളുണ്ടായി? ചോദ്യം തന്നെയാണ്, ഉത്തരവാണ്. അല്ലേ ഈ പുത്തൻ പ്രസ്ഥാനക്കാർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റും? നിങ്ങൾ വെറുതെ കെണി ഉണ്ടാക്കുകയുള്ളൂ. നമ്മളെ മുതൽ നല്ലോൽക്ക് പോകണമെന്ന് പറയലോട് കൂടി അതൊക്കെ കഴിഞ്ഞില്ലേ? അള്ളാഹ്ക്ക് കയ്യും കാലുണ്ട്. അള്ള മിമ്പർമൺ കുത്തുന്നപ്പോൾ ചിടി എന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് വലത് കൈയുണ്ട്, ഇടത് കൈയുണ്ട്. അല്ല, 2 കൈയും വല തന്നെ, രണ്ടും ഒരു ഭാഗത്ത് തന്നെ. അള്ളാൻ്റെ കയ്യിൽ തന്നെ കുത്തുകയാണ്, ഭൂമി അള്ളാൻ്റെ കയ്യിലാണ്. ഇങ്ങനൊക്കെ പാടെ പറയണ ഒരു ജാതിക്ക് നമ്മൾ അധ്വാനിച്ച വിയർപ്പ് പോണോ? അതിനല്ല ആദ്യം പറഞ്ഞത് സലാഹിൻ്റെ അഹലുകാരിലേക്ക് നീങ്ങട്ടെ ഇത്. നമ്മളിത് നിന്നിട്ട് ഓല് കൊഴുക്കുക, അസ്സലാമു അലൈക്കും ഇതൊക്കെ പറയാം. അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേലെ രക്ഷ ഉണ്ടാട്ടെ, ഇനിയും പറയാൻ നല്ല ആരോഗ്യം ഉണ്ടാട്ടെ. എത്ര ഇത് കഥ! ഇങ്ങോട്ട് സലാം പറയാത്തതിന് വലിയ ഒച്ചയുമ്പോൾ ഇതിൻ്റെ ഒരു അരോചകത്വം നോക്കാം നിങ്ങൾ. ഇതിൻ്റെ ഒരു അരോസര എത്തുണ്ട് നിങ്ങൾ. നമ്മളങ്ങനെ കുറ്റം പറയന്നെ, നമ്മളെ പഠിച്ചോനെയും കുറ്റം പറയാം, നമ്മളെ റസൂലുള്ളാനെയും കുറ്റം പറയാം. റസൂലുള്ള തെറ്റ് ചെയ്തു, ഒരു ദിവസം 100 തെറ്റ് ചെയ്തു. റസൂലുള്ള സാധാരണക്കാരനാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയി മറയതാണ്, ഒരു കാര്യമില്ല. അങ്ങനെ പറഞ്ഞ് റസൂലുള്ളാൻ അങ്ങനെ ചീത്തറിഞ്ഞ് നടക്കുക, അള്ളാനെയും ചീത്തറിയുക. എന്നിട്ട് നേരം വെളുത്തിട്ട് അസ്സലാമു അലൈക്കും, എനിക്ക് ഇഞ്ഞും പറയാൻ നല്ല രക്ഷ ഉണ്ടാട്ടെ. ഇപ്പം ഓൻ്റെ പ്രസ്ഥാനത്തിലൂടെ എന്തെങ്കിലും പ്രതിപത്തി ഉണ്ടോ? ഓൻ്റെ പഠിച്ചോനായിട്ട് എന്തെങ്കിലും പ്രതിപത്തി ഉണ്ടോ? ഓൻ്റെ അമ്മാനെയും ഓൻ്റെ അമ്മാനെയും ബാപ്പാനെയും ചീത്തറിഞ്ഞോനോടായിട്ട് ഓൻ്റെ ബന്ധം തൈകാരം. അപ്പം ആ ഒരു ബന്ധം ഓൻ്റെ പിന്നെ പഠിച്ചോനായിട്ടും റസൂലുള്ളാനായിട്ടും ഇല്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അർത്ഥം ഈമാൻ ഇല്ല എന്നല്ലേ? ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും ഒന്ന് എറിഞ്ഞു കൊടുക്കാത്തോല് ഓല് ഖുറാഫിയാളും പോരാത്തോലും ആയും ചെയ്തു. തേനക്കാലേ മനുഷ്യന്മാരെ കിട്ടൂല. ഈ കച്ചവട ആവശ്യത്തിന് വാങ്ങിയ ഭൂമിക്ക് സക്കാത്തുണ്ടോ? റിയൽ എസ്റ്റേറ്റിന് സക്കാത്ത് ഉണ്ടോ എന്നാണ് ചോദിച്ചാൽ മതി. ആൾക്കാർക്കത് വളരെ ഫേമസ് ആയ ഒരു വേർഡാണത്, റിയൽ എസ്റ്റേറ്റ്. ആ റിയൽ എസ്റ്റേറ്റ് എന്ന ഈ വേർഡും ഈ നടക്കുന്ന ഭൂമി കച്ചവടവും തമ്മിൽ പിന്നെ അജഗജാന്തരൻ്റെ ഒരു ബന്ധമില്ല. ഞാൻ പറയാം, ഏതായാലും ഭൂമി കച്ചവടത്തിന് സക്കാത്തുണ്ട്. ഉത്തരം. 2, ഇപ്പോൾ നടക്കുന്ന ഭൂമി കച്ചവടങ്ങൾ അനുവദനീയമായ കച്ചവടമാണോ എന്ന് പറഞ്ഞു വച്ചിട്ടാണ് ഇനി ബാക്കി പറയാൻ. അഥവാ ഭൂമി കച്ചവടം, റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ ഒരു വലിയ പ്രതിഭാസമാണ്. ആ റിയൽ എസ്റ്റേറ്റ് അത് ഹലാലാവണമെങ്കിൽ, അഥവാ കിട്ടിയ ലക്ഷങ്ങൾ നമ്മളുടേതാകണമെങ്കിൽ നമുക്ക് പരിപൂർണമായി അവകാശം വന്ന ഭൂമിയായിരിക്കണം.
പരിപൂർണമായ അവകാശം എന്നതിന് കിതാബിൽ ഉപയോഗിച്ച പദം മിൽക്കുത്താം, പരിപൂർണമായ ഉടമവകാശം. എന്താണ് പരിപൂർണമായ ഉടമവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പരിപൂർണമായ ഉടമവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഭൂമി ഇനി എൻ്റെതാണ്, ഈ ഭൂമി ഇനി നിൻ്റെതാണ്, എൻ്റെതല്ല എന്ന നിലക്ക് അതിലുള്ള അനുഭവങ്ങളെടുക്കാനും അതുമായി അത് എൻ്റെ മുതലാണെന്ന നിലക്ക് ഉപയോഗപ്പെടുത്താനും അതിൻ്റെ അവകാശി നമ്മളിലേക്ക് വാക്കുതരണം. രജിസ്റ്റർ ചെയ്താൽ മതിയോ? ചിലപ്പോൾ രജിസ്റ്റർ ചെയ്താൽ മതിയാവും. ടോക്കൺ കൊടുത്താൽ മതിയോ? ചിലപ്പോൾ ടോക്കൺ കൊടുത്താൽ മതിയാവും. പകുതി പൈസ കൊടുത്താൽ മതിയോ? ചിലപ്പോൾ പകുതി പൈസ കൊടുത്താൽ മതിയാവും. എന്താ ഉസ്താദെ എല്ലാത്തിനും ഒരു ചിലപ്പോൾ ആയിട്ട് തന്നെ? ഞാൻ പറയാം, ഒരു പൈസയും കൊടുക്കാതെ മിൽക്ക് താമ് വന്ന ഒരു ഉദാഹരണം. നമ്മുടെ ഉസ്താദ് മഞ്ചേരിയിൽ ഒരു സ്ഥലം എടുത്തു, കുറേ മുമ്പാട്ടോ, ഉസ്താദിന് റിയൽ എസ്റ്റേറ്റ് ഒന്നുമില്ല. ഉസ്താദ് ഇവിടെ വന്ന് ഏകദേശം ആ ഭൂമി ഉസ്താദ് എടുത്തിട്ട് ഒരു 10-15 വർഷമായിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ നിഗമനം. ആ ഭൂമി പിന്നെ പൂക്കോട്ടൂരിലുള്ള വാപ്പു ഹാജി എന്ന ഒരാളുടെ അടുക്കൽ നിന്നാണ് ആ ഭൂമി വാങ്ങിയത്. അദ്ദേഹം മരണപ്പെട്ടു, അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആ ഭൂമി ഉസ്താദിന് കൊടുത്ത് കച്ചവടാക്കിയിട്ട് 1 രൂപ പോലും അഡ്വാൻസ് കൊടുക്കാതെ ഈ വാപ്പു ഹാജി ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ ഈ ഭൂമി ഇനി നിങ്ങളുടേതാണ്, ഈ ഭൂമിയിലേക്ക് ഇനി ഞാൻ ചവിട്ടിയാൽ എൻ്റെ ഭൂമിയിലേക്കല്ല ഞാൻ ചവിട്ടുന്നത്, തങ്ങൾ പാപ്പാൻ്റെ ഭൂമിയിലേക്കാണ് ഞാൻ ചവിട്ടുന്നത്. ഇത് മിൽക്ക് താമ, ഇത് പരിപൂർണമായ ഉടമവകാശ. ഇത് 1 പൈസ പോലും ഉസ്താദ് ആ ബാപ്പു ഹാജിക്ക് കൊടുക്കാതെ അതേ സെക്കൻഡിൽ എത്ര ലക്ഷം ലാഭത്തിന് വിറ്റാലും ആ മുതൽ മുഴുവനും ഉസ്താദിന് ഹലാലാണ്. രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മിൽക്ക് താമാകുമോ? പരിപൂർണമായ മിൽക്കാകുമോ? ആകാം, ആകാതിരിക്കാം. എൻ്റെ അനുഭവത്തിൽ ഒരു ഭൂമി, ആ ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടും മിൽക്ക് താമായിട്ടില്ല. ഞാൻ പറയാം, മുമ്പ് കാലങ്ങളിൽ മിച്ച ഭൂമിയായി പോകുമോ എന്ന് ഭയന്നുകൊണ്ട് പലരുടെ പേരിലും എഴുതി വെച്ച ഭൂമികൾ, അതിനങ്ങനെ പറച്ചിലെന്നെ പലരുടെ മേലും എഴുതി വെച്ച ഭൂമി, അത് മറ്റോൻ്റെ മേലും ഒക്കെ എഴുതി വെച്ചു. അതിൽ കൂട്ടുകാരുണ്ട്, അയൽക്കാരുണ്ട്, ഒക്കെ വെച്ചു. അപ്പോൾ മറ്റോന് 10 ഏക്കർ, ഇവന് 2 ഏക്കർ. അപ്പോൾ മൊത്തം ഇങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ ഇവൻ്റെ ഭൂമി മിച്ച ഭൂമിയായി പോയില്ല. കൊടുത്ത ഗുണപോൽക്ക് ഇല്ല. രജിസ്റ്റർ ചെയ്തപ്പോഴും അവകാശം വിട്ടുകൊടുത്തിട്ടില്ല. മൂന്നാമത്തെ ഒരു രീതിയുണ്ട്. അതെങ്ങനെയാ നിങ്ങള്? അത് പകുതി പൈസ കൊടുത്താൽ അവകാശം വിട്ടുകൊടുക്കുക. കൈവശം എന്നാണ് നമ്മളെ നാടൻ ഭാഷയിൽ അതിന് പറയുന്നത്. മിൽക്കുത്താമ്മന് കൈവശം കൊടുക്കുക. പകുതിയിലധികം പൈസ കൊടുത്താൽ കൈവശം കൊടുക്കുന്ന ഒരു രീതി ഇപ്പോൾ നാട്ടു നടപ്പായി കാണുന്നുണ്ട്. അതും ഈ വ്യക്തിയുടെ തൃപ്തി അതിൽ പരിഗണിക്കണം. അവൻ ഈ പകുതിയിലധികം പൈസ കൊടുത്തപ്പോഴും കുടുങ്ങിയിട്ട് പറഞ്ഞതാ കൈവശം തന്നു എന്ന്, സംതൃപ്തമായി പറഞ്ഞതല്ല. അങ്ങനെ ഓൻ്റെ കുടുക്കോണ്ട് പറഞ്ഞതാ, അല്ലെങ്കിൽ ഈ കാശ് കിട്ടൂലല്ലോ എന്ന് പേടിച്ചിട്ട് മനസ്സ് തുറന്ന് പറഞ്ഞതല്ല എങ്കിലും അതാകില്ല. അപ്പോൾ അവൻ്റെ മനസ്സ് തുറന്ന് ഇനി നിങ്ങളുടെ ഭൂമിയാണ്, എൻ്റെ ഭൂമിയല്ലെന്ന് പറഞ്ഞേൽപ്പിക്കുന്ന ഒരു രീതിയും ശൈലിയും അതിൽ വേണം. ഇന്നത്തെ ഭൂമി കച്ചവടം ടോക്കൺ നൽകുന്നു, ഉടനെ മറിച്ചു വിൽക്കുന്നു, കിട്ടിയ കാശ് മറ്റവൻ്റെത് കൊടുക്കുന്നു, ലക്ഷങ്ങൾ അവൻ്റെ അക്കൗണ്ടിലേക്കും പോകുന്നു. ഈ അക്കൗണ്ടിലേക്ക് പോയ മുഴുവൻ സ്വത്തും യഥാർത്ഥത്തിൽ ഭൂമിയുടെ ആദ്യ ഉടമസ്ഥനിക്കുള്ളതാണ്. ആ കച്ചവടം സഹിയായിട്ടില്ല. ഇനി വിൽക്കാൻ നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ വിറ്റോളി എന്ന് പറഞ്ഞാലോ, വഇൻ അദിന ലഹു ലിൽ ബൈഇൽ മാലികു വഇൻ അദിന ലഹുൽ മാലികു ലിൽ ബൈഇ, വിൽക്കാൻ സമ്മതം കൊടുത്താലും അവകാശം പരിപൂർണമായിട്ടില്ല. അത് വിൽക്കാനുള്ള വക്കാലത്താവും. എൻ്റെ മുതൽ നിങ്ങളോട് വിൽക്കാൻ പറഞ്ഞു എന്നാവും. അത് വിൽക്കാനൊക്കെ അധികാരം തന്ന ഗുണു ഉസ്താദെ, അതുകൊണ്ട് താമായ മിൽക്കയിക്കണു, പരിപൂർണമായ ഉടമവകാശയിക്കണു എന്ന് പറയാൻ നിൽക്കണ്ട. അത് വിൽക്കാനുള്ള അധികാരം വക്കാലത്ത് തന്നു എന്നേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ഓൻ്റെ മുതൽ ഓൻ്റെ സമ്മതപ്രകാരം ഓന് വേണ്ടി ഇജി കച്ചവടം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ വിറ്റ മുതൽ മുഴുവനും അതിൻ്റെ ലാഭസഹിതം അവൻ അവകാശപ്പെട്ടതാണ്. ഓൻ്റെ വക എന്തെങ്കിലും ഈ പണിയെടുത്തിന് തന്നെങ്കിലൊക്കെ, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പോരാ. ഇത് ഭൂമി ബിസിനസ്സിൽ സൂക്ഷിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഏറ്റവും വലിയ മക്കളെ പോറ്റാൻ വേണ്ടി
ഓടി നടക്കുന്ന ലക്ഷങ്ങൾ ഇങ്ങനെ സെക്കൻഡിൽ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവരും ഈ വിധം നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഹലാലായ ഉസ്താദെ മിൽക്ക് താമായ കൈവശം സംതൃപ്തമായി ലഭിച്ച ഒരു ഭൂമി ഇടപാടാണ്, അതിൻ്റെ സക്കാത്ത് ഉണ്ട്. എത്രയാണ് അതിന് സക്കാത്ത് കൊടുക്കേണ്ടത്? 40-1 തന്നെ. എങ്ങനെയാണ് വില കെട്ടേണ്ടത്? ശവ്വാൽ 1 നിങ്ങൾ ഒരു ഭൂമി വാങ്ങി, കച്ചവട ആവശ്യാർത്ഥം ഒരു ഭൂമി വാങ്ങി. അടുത്ത ശവ്വാൽ 1 വന്നപ്പോൾ ആ ഏരിയയിൽ ആ ഭൂമിക്കുള്ള വില എത്രയാണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അറിയുക. വാങ്ങുമ്പോൾ ആ ഭൂമി ഇപ്പോൾ നല്ല ഒരു ഗൾഫുകാരൻ വന്നു, അവൻ ആ ഭൂമി 1 ലക്ഷം രൂപക്ക് വാങ്ങി. എന്നാൽ 1 ലക്ഷം രൂപ സെന്റിന് വെച്ചിട്ട് 10 ലക്ഷം രൂപൻ്റെ സക്കാത്ത് കൊടുക്കണോ? വേണ്ട വേണ്ട വേണ്ട. പിന്നെ എത്ര അതിന് സക്കാത്ത് കൊടുക്കേണ്ടത്? ആ ഏരിയയിൽ ആ ഭൂമിക്ക് ഒരു ഖീമത്തുണ്ട്. എന്താ ഖീമത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് വില. അപ്പം നമ്മളിങ്ങനെ പോയി നോക്കുകയാണ്, ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ഈ ഭാഗത്ത് 1.25 അപ്പം വില, ഈ ഭാഗത്ത് ഇപ്പോൾ 1.5 വില, ഈ ഭാഗത്ത് ഇപ്പോൾ 80 വില. അങ്ങനെ ഓരോ ഏരിയക്കും പഞ്ചായത്തിൽ വില കമ്മിയുണ്ടാകും, മുനിസിപ്പാലിറ്റിയിൽ വില അതിനേക്കാളും കൂടും, കോർപ്പറേഷനിൽ അതിനേക്കാളും കൂടും, ടൗണിൽ അതിനേക്കാളും കൂടും. ഇപ്പോൾ കോട്ടക്കൽ ഒരു സ്ഥലത്ത് 2 സെൻറ്റ് ഭൂമി ചോദിച്ചിട്ട് 1 സെൻറ്റിന് 40 ലക്ഷം ഉറുപ്പ്യ ചോദിച്ചു. അയാൾ ബോധം കെട്ടുകാണ്ട് വിളിച്ചിട്ടുണ്ട് എന്നെ. അയാൾക്കാണെങ്കിൽ അവിടെ 2 സെൻറ്റ് ഭൂമി കിട്ടണം, അല്ലെങ്കിൽ അയാളെ കുട്ടികൾക്ക് ചില സംഗതികളൊന്നും അവിടെ സൗകര്യപ്പെടുത്താൻ കഴിയില്ല. 2 സെൻറ്റ് ഭൂമി കിട്ടണം, 80 ലക്ഷം ഉറുപ്പ്യ വേണം. അയാളിപ്പോൾ ബേജാറില്ല. ആലോചിച്ചോക്കാ നിങ്ങൾ. അതെന്തേ? അവിടെ ഒരു പള്ളി വന്നു, ആ പള്ളിൻ്റെ അടുത്ത് എന്തായാലും ഒരു സൗകര്യം വേണമെന്ന് മറ്റോൽക്ക് തോന്നിയപ്പോൾ എന്ത് ചോദിച്ചാലും കിട്ടുന്നായി. ആയപ്പോൾ സെൻറ്റിന് 40 അപ്പം 80 ലക്ഷത്തിൻ്റെ സക്കാത്ത് കൊടുക്കണോ? വേണ്ട. ആ സ്ഥലത്ത് അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരു ഭൂമിക്കൊരു നിലവാരമില്ലേ, അതെത്ര? 10 ലക്ഷം. എന്നാൽ അതിന് ആ 2 സെൻറ്റിന് 20 ലക്ഷത്തിൻ്റെ സക്കാത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഖീമത്ത് എന്നതും സമന് എന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സമന് എന്ന് പറഞ്ഞാൽ വിൽക്കുന്ന വില എന്നാണ്, ഖീമത്ത് എന്നാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് വില എന്നാണ്. ആവശ്യക്കാരുടെ ആവശ്യത്തിനനുസരിച്ചും ധൃതിക്കാരുടെ ധൃതിക്കനുസരിച്ചും വില കൂടുകയും ചുരുങ്ങുകയും ചെയ്യും. സ്റ്റാൻഡേർഡ് വിലയിൽ മാറ്റം വരില്ല. ആ ഏരിയയിൽ 80 ആണെങ്കിൽ എന്നും 80, പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് 90 ആണെങ്കിൽ എന്നും 90. വില ആവശ്യക്കാർ വന്നപ്പോൾ 1.5 ലക്ഷത്തിന് വിറ്റു, ഇവൻ കുടുങ്ങിയപ്പോൾ 50,000-ന് വിറ്റു. ഈ 50,000 കൂട്ടാൻ പാടില്ല, 1.5 ലക്ഷം കൂടാൻ പാടില്ല. ആ ഏരിയയിൽ സ്റ്റാൻഡേർഡ് വില എത്രയാണ്? 80,000. അപ്പോൾ 10 സെൻറ്റിന് എത്ര ഉണ്ടാകും? 8 ലക്ഷം ഉണ്ടാകും. 8 ലക്ഷത്തിൻ്റെ 10-1 2.5% ആ വർഷം തികയുമ്പോൾ ശവ്വാൽ 1 സക്കാത്ത് കൊടുക്കണം. ഇതേപോലെയാണ് കച്ചവടത്തിൻ്റെ മുതലിലൊക്കെ വില നിർണ്ണയിക്കേണ്ടത്. ഒരു ലക്സ് സോപ്പിന് ഇവൻ്റെ അടുക്കൽ എന്താ വില? ഇവൻ നല്ല ഇൻസൈഡാക്കി ചെന്നാൽ ലക്സ് സോപ്പിന് 12, മൂലേരുട്ടി എന്നാൽ ലക്സ് സോപ്പിന് 8, വേറെ ഒരു മീഡിയം സൈസ് ഒരു പുറത്തല്ലാതെ ഒരാൾ വന്നാൽ 9. പിന്നെ തമിഴ്നാട്ടിൽ മീൻ മേടിച്ചാൽ ചെന്നാൽ മതിരിയാ ഒല കടിയിൽ. തമിഴ്നാട്ടിൽ മീൻ മേടിച്ചാൽ ചെല്ലണ നേരത്ത് നല്ല ഇൻസൈഡാക്കി ചെന്നാൽ ഐക്കോക്കൊക്കെ ഭയങ്കര വിലയേക്കാർ. ഈങ്ങിച്ചടിച്ച് ചെന്നാൽ ഒരു മീഡിയം വിലക്ക് മേടിച്ചു പോരാ. അപ്പം ആളെ നോക്കിയിട്ട് വില പറയുന്ന സംഭവമുണ്ട്, അതൊക്കെ സമന, അതൊന്നും കൂട്ടാൻ പാടില്ല. എന്നാൽ ഇന്ന് മത്തിക്കൊരു സ്റ്റാൻഡേർഡ് വില ഉണ്ട്, അത് എത്രയാണ്? 30 ഉറുപ്പ്യ. അപ്പോൾ അതിൻ്റെ കച്ചവടത്തിൽ അതാ കൂട്ടുക. വൈകുന്നേരമാകാൻ നേരത്തെ അത് 15-ന് വിറ്റു, അത് സക്കാത്ത് കൂട്ടാൻ പറ്റൂല. നല്ല തിരക്കുണ്ടായപ്പോൾ ഓലും കൂടി മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നപ്പോൾ നമ്മളെഴുതി ഇവലമ്പല് ഭയങ്കര ഫൈറ്റാണ്. ഇവിടെ ഓല രണ്ടാളും ഒരേ കച്ചവടക്കാരാണ്. ഫൈറ്റ് അടുപ്പിച്ച് നമ്മളേതാകാണ് കുട്ടനും മുട്ടനും കുടിച്ചിട്ട് നമ്മളെ ചോരടിപ്പിച്ചാണ്. അത് വേറെ വിഷയം. ഞാൻ മലപ്പുറത്ത് എന്ന് പറയാൻ നിൽക്കണ്ട, ഞാനും മീൻ മേടിച്ചാൽ പോലുണ്ട് അവിടെ. അങ്ങനെ എന്തായി, ഓല് തമ്മിൽ ഭയങ്കരമായ കച്ചവടം. അപ്പം നല്ല വിലക്ക് ഇങ്ങനെ ചാമ്പി കൊടുക്കുക. ഒരു ദിവസം ഞാൻ മലപ്പുറത്ത് ഇങ്ങനെ വന്നപ്പോഴേ അപ്പോൾ പറഞ്ഞു ഇങ്ങനെ മത്തി വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ചങ്ങായി ഇങ്ങനെ കൈചൊട്ടിച്ചാടി. അപ്പോൾ വന്ന മത്തി പിടിപ്പതിന് വിൽക്കാൻ അതിനാണ് അക്ക സമനിലാപ്പെടും. അങ്ങനെ അന്ന് മീലോട് വരുന്നില്ല. ഓനിങ്ങനെ കൊട്ടി ചെറിച്ച ഈ ചെറിയ നമ്മളെ നെഞ്ഞത്തിക്കാന്നുള്ള ഓർത്തിയില്ല.
ഒരു ലോഡും കൂടി വന്നപ്പോഴെങ്കിൽ 30 രൂപയ്ക്ക് മത്തി മേടിച്ച് പോരേനു. ആ ലോഡ് വരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇവൻ ചന്തിമ കൊട്ടി ചിരിച്ചപ്പോൾ നമ്മളെ നെഞ്ഞത്തേക്ക് വേറൊരു 30 കൂടിയാണ് വന്നു. 60 മേടിച്ച് പോരേണ്ടി വന്നു. അതൊക്കെ സമനാണ്. ഇവള് ഖീമത്താണ്, സ്റ്റാൻഡേർഡ് വിലയാണ്, അതിൽ പരിഗണിക്കുക. സക്കാത്തിന്റെ വസ്തുക്കളിൽ 8 വസ്തുക്കളിൽ അതെ കറൻസിയെ പറയണില്ലല്ലോ. എങ്ങനെയാണ് പിന്നെ കറൻസിക്ക് സക്കാത്ത് വന്നത്? അയാളെ ചോദ്യം ഒരു ഭയങ്കര ചോദ്യം. എന്നാ അതൊന്നുമല്ല. അഥവാ അയാൾ ചോദിച്ചത് സ്വർണം, വെള്ളി, ആടുമാട്, ഒട്ടകം, പഴവർഗ്ഗങ്ങൾ, ഈത്തപ്പഴം, മുന്തിരി, അതേ പ്രകാരം തന്നെ നെല്ല്, ഗോതമ്പ്, ചോളം, മാതൃഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ, ഇതിലൊക്കെയല്ലേ സക്കാത്തുള്ളൂ. എവിടെ കറൻസി പറഞ്ഞു എന്നാണ് മൂപ്പര ചോദ്യം. അതൊരു നല്ല ചോദ്യമാണ്. എന്നാൽ ഒരു ചോദ്യവുമല്ല. നഖ്ദ് എന്ന് പറഞ്ഞാൽ സ്വർണം, വെള്ളി എന്നു മാത്രമല്ല. നഖ്ദ് എന്ന് പറഞ്ഞാൽ വിനിമയത്തിൽ ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കൾ, വിനിമയത്തിൽ ഇവളായി ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കൾ നഖ്ദിൽപ്പെടുന്നു. വിനിമയത്തിൽ ഒരു കാലത്തിൽ സ്വർണം ഉപയോഗിച്ചു, ദീനാർ ഉപയോഗിച്ചു, മറ്റൊരു കാലഘട്ടത്തിൽ ദിർഹം ഉപയോഗിച്ചു, മറ്റൊരു കാലഘട്ടത്തിൽ അതിനു പകരമായി കറൻസികൾ ഉപയോഗിച്ചു. ഈ ഉപയോഗിക്കുന്ന കറൻസികൾക്കുള്ള സ്വർണവും വെള്ളിയും ലോക ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി കയറിയിട്ടുണ്ട്. നമ്മുടെ മറ്റു എല്ലാ വസ്തുക്കളെയും ഇന്ന് കണക്കാക്കിക്കൊണ്ട് നോട്ടടിക്കുന്നുണ്ട്. ഇതിനൊരു കണക്കുണ്ട്. അമേരിക്കക്കാരൻ ആ കണക്ക് വിട്ട് നോട്ടടിച്ച് ഇങ്ങനെ കടലാസ് ഇറക്കിയപ്പോഴാണ് അവസാനം പൊടുത്തം വിട്ടുപോയത്. അപ്പം അത് വേറെ വിഷയം, നമുക്ക് പിന്നെ പറയാം. അഥവാ നഖ്ദ് എന്ന് പറഞ്ഞാൽ സ്വർണം, വെള്ളി മാത്രമാണെന്ന് മനസ്സിലാക്കിയതാണ് വിഷയം. വിനിമയത്തിൽ സാർവത്രികമായി ഉപയോഗിക്കുന്നത് നഖ്ദാണ്. സ്വർണം, വെള്ളി, കാശ്. അപ്പം നിങ്ങൾ നോക്കൂ, ദീനാർ ഒരു കാലത്ത്, ഇപ്പോൾ ദീനാറുള്ളത് കുവൈത്തിലല്ലേ ദീനാറുള്ളത്? കുവൈത്തിൽ ദീനാറുണ്ട്. കുവൈത്തിൽ ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നത് സ്വർണ്ണ നാണയമാണ്. പിന്നീട് സ്വർണ്ണ നാണയത്തിന് ബദലായി ഒരു രേഖ കൊടുത്തു. അതും വിനിമയത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതും നഖ്ദിൽ പെടുന്നു. അതുകൊണ്ട് നഖ്ദ് അദ്ദഹബു വൽ ഫില്ലത്തു, അത് സ്വർണവും വെള്ളിയുമാണ് എന്ന് പറഞ്ഞ ലഫ്ദിൽ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അത് പറഞ്ഞ അന്ന് സ്വർണവും വെള്ളിയേ ഉള്ളൂ. വിനിമയത്തിൽ സാർവത്രികമായി ഉപയോഗിക്കുന്നതെല്ലാം നഖ്ദിന്റെ ഗണത്തിൽ പെടുന്നു. അതുകൊണ്ട് അന്ന് ദീനാറായി, അതിന് പകരം ഇന്നവിടെ കറൻസിയായി. മറ്റോടത്ത് ദിർഹമായി, അതിന് പകരം ഇന്ന് ദുബായിൽ UAE ദിർഹമായിരുന്നു, വെള്ളി നാണയമായിരുന്നു, അതിന് പകരം ഇന്നവിടെ കറൻസിയായി. ഇന്ത്യയിൽ മുഗൾ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ വെള്ളി നാണയത്തെ ഉപയോഗിച്ചിരുന്നു. അതേ പ്രകാരം വിക്ടോറിയ രാജ്ഞി ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും ഇവിടെ വെള്ളി നാണയം ഉപയോഗിച്ചിരുന്നു. ആ വെള്ളി നാണയത്തിനു പകരമായി വിനിമയത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി അത് കറൻസിയാക്കി. അപ്പോൾ നഖ്ദ് എന്നതാൽ സ്വർണം, വെള്ളി എന്നത് അത് എഴുതിയ കാലഘട്ടത്തിൽ അതേ ഉള്ളൂ എന്നതുകൊണ്ടാണ് നഖ്ദിൻ്റെ നിർവചനത്തിൽ അത് സ്വർണവും വെള്ളിയും മാത്രമാണെന്നല്ല, സാർവത്രികമായി വിനിമയത്തിന് ഉപയോഗിക്കുന്ന സംഭവങ്ങളെല്ലാം നഖ്ദിൻ്റെ ഗണത്തിൽ വരുന്നുണ്ട്. 595 ഗ്രാം വെള്ളിയുടെ വിലക്കുള്ള പൈസ ഒരു വർഷം സൂക്ഷിച്ചാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. 595 ഗ്രാം വെള്ളിയുടെ വില സ്റ്റോക്ക് എടുപ്പിൽ ഒരു വർഷത്തിന് ശേഷം, ചാന്ദ്രിക വർഷമനുസരിച്ച് ഒരു വർഷത്തിന് ശേഷം, ഒരു വർഷം തികയുമ്പോൾ വില കെട്ടിയാൽ 595 ഗ്രാം വെള്ളിയുടെ വിലയുണ്ടെങ്കിലാണ് കച്ചവടത്തിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. അതിൽ വെള്ളി പരിഗണിച്ചു. ഇന്ത്യയിൽ വെള്ളി നാണയത്തെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ
ഒരു കാര്യം, സ്വർണവും വെള്ളിയും ഉപയോഗിക്കുമ്പോൾ വെള്ളിയുടെ കണക്ക് നോക്കി കറൻസിയെ രൂപപ്പെടുത്തലാണ് സൂക്ഷ്മത. കാരണം 85 ഗ്രാം സ്വർണമുണ്ടെങ്കിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇന്ന് 85 ഗ്രാം വാങ്ങണമെങ്കിൽ ഒരു 2.5 ലക്ഷം രൂപയിലധികം വരും. അതേസമയം സ്വർണം 595 ഗ്രാം, വെള്ളി 595 ഗ്രാം. വെള്ളി എന്ന് പറഞ്ഞത് നമ്മൾ മദ്രസിൽ നിന്ന് ചൊല്ലിപ്പടിച്ച 200 ദിർഹമാണ്. വിക്ടോറിയ രാജ്ഞിയുടെ കാലഘട്ടത്തിലുള്ള നാണയം 52.25 അരക്കാൽ വെള്ളിയാണ്. 52.25 അരക്കാൽ വെള്ളി എന്ന് പറഞ്ഞാലും 200 ദിർഹം എന്ന് പറഞ്ഞാലും 595 ഗ്രാം എന്ന് പറഞ്ഞാലും ഒന്നു തന്നെയാണ്. ഈ കണക്ക് പരിഗണിക്കുമ്പോൾ ഇന്ത്യയിൽ വിനിമയത്തിന് ഉപയോഗിച്ച നാണയം അത് വെള്ളിയാണ് താനും. വെള്ളി ഉപയോഗിക്കുന്നതാണ് സൂക്ഷ്മത താനും. കാരണം വെള്ളിയല്ല സ്വർണമാണ് പരിഗണിക്കുന്നതെങ്കിൽ 2.5 ലക്ഷമൊക്കെ ഉണ്ടായാലേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ എന്ന് വരും. സ്വർണ്ണ നാണയം വെള്ളി നാണയം അവയുടെ പുതിയ പതിപ്പാണ് കറൻസി എന്ന് പറഞ്ഞത്. എന്നാൽ വെള്ളി നാണയത്തിൻ്റെയും സ്വർണ്ണ നാണയത്തിൻ്റെയും മൂല്യം ഒരു കാലത്തും നഷ്ടപ്പെടില്ല. വെള്ളി വെള്ളിയായിട്ടും സ്വർണ്ണം സ്വർണ്ണമായിട്ടും ഉണ്ടാവും. പക്ഷേ കറൻസിയുടെ മൂല്യം പലപ്പോഴും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കടലാസിന്റെ നിലവാരത്തിലേക്ക് തരം താഴും. അങ്ങനെയാണെങ്കിൽ ഇടക്കിടക്ക് മൂല്യം നഷ്ടപ്പെടുന്ന ഈ വസ്തുവിനെ എന്തുകൊണ്ട്? അവിടെയാണ് നമ്മൾ വന്നത്. സ്വർണം വെള്ളി ആ സ്വർണം വെള്ളിയുടെ മൂല്യം നഷ്ടപ്പെടുന്നില്ലെന്നും കറൻസിയുടെ മൂല്യം ചിലപ്പോൾ നഷ്ടപ്പെടാറുണ്ടെന്നും പറഞ്ഞത് മിഥ്യയാണ്. എന്തുകൊണ്ട്? കറൻസിക്ക് മൂല്യമുണ്ടാകുന്നത് സ്വർണത്തിനും വെള്ളിക്കും മൂല്യമുണ്ടാകുമ്പോഴാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, വെറുതെ ഇങ്ങനെ മറ്റേ ബലുണ്ടല്ലോ ഈ മറ്റേ സർക്കസിൽ ഓരിങ്ങനെ ഒരു കെട്ട് കടലാസ് എടുക്കുക, ആ കടലാസ് ഇങ്ങനെ എങ്ങനെയാണ് വെതറുക, അത് 10 തൊട്ടായിട്ട് ഇങ്ങനെയാണ് വരിക. എന്നവന് ഓൽക്ക് നേരം വെളുത്തിട്ട് എന്നും കട്ടൻ ചായ കുടിച്ചുകൊണ്ട് രാവിലെ മക്കളെല്ലാവരും വിളിച്ചുകൂട്ടിയിട്ട് ഒരു വെള്ള കടലാസിൻ്റെ കെട്ട് കൊടുത്തിട്ട് ഇങ്ങനെയാണ് വെതറിയാൽ പോരെ. എന്നിട്ട് സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കുക വലിയ വലിയ കൊട്ടാരത്തിൽ. ഇങ്ങോട്ട് ഓലി നടുറോട്ടിൽ നിന്നിട്ട് ഈ യാചനക്ക് വേണ്ടിയിട്ട് ഈ കോപ്പരാട്ടി കാണിച്ചിട്ട് അതേമാതിരിക്കത്തെ കടലാസായത്. ഈ കടലാസിൻ്റെ മൂല്യം ആ രാജ്യത്തിൻ്റെ സ്വർണവും വെള്ളിയും കണക്കാക്കിയിട്ടേ അടിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് എല്ലാം കണക്കാക്കി അടിക്കാന്നാണ്. ഇന്ത്യയിൽ നോട്ടടിക്കുന്നതിന്, ഇന്ത്യയിൽ കറൻസി അടിക്കുന്നതിന് ഇന്ത്യയിലെ സമ്പത്ത് മുഴുവനും പരിഗണിക്കാം. അത് ഈ പുതിയ ഒരു നിയമമാണ്. നമ്മൾ ഈ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മൂല്യം ഇടിയുന്നില്ലെന്നും കറൻസിയുടെ മൂല്യം ഇടിയുമെന്നും പറയുന്നത് തെറ്റാണ്. കറൻസിയുടെ മൂല്യം ഇടിയുന്നത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മൂല്യം ഇടിയുമ്പോഴാണ്. സൂചിക താഴോട്ട് സൂചിക മേലോട്ട് എന്ന് കേട്ട ഗുണങ്ങളെ അത് ഈ സൂചിയാണ്. കറൻസിൻ്റെ 5 എഴുതിയ 10 എഴുതിയ സൂചിയല്ലേ. കൃഷിന്റെ വരുമാനത്തിന് സക്കാത്ത് ഉണ്ടല്ലോ അല്ലേ? കൃഷിന്റെ വരുമാനത്തിന് സക്കാത്ത്. ചോദ്യം ഒരു വളവ്. കൃഷിക്ക് സക്കാത്ത് എന്നാണ് ചോദിക്കും. കൃഷിന്റെ വരുമാനം എന്നതും കൃഷി എന്നതും രണ്ടാണ്. ഒരാൾ പച്ചക്കറി വെച്ചിട്ടു, അങ്ങനെ കൊടുക്കണ്ട. ഒരാൾ പച്ചക്കറി വെച്ചിട്ടു, പടവലം, കൈപ്പക്ക, വെണ്ടക്ക, അതേമാതിരി തന്നെ മറ്റു സാധനം. അതിൻ്റെ വരുമാനം അവൻ്റെ കയ്യിലുണ്ടായി. ഓനതിങ്ങനെ സൂക്ഷിച്ചു. ആ സൂക്ഷിച്ചത് ഒരു വർഷം തികഞ്ഞപ്പോൾ 595 ഗ്രാം വെള്ളിയുടെ വിലയുണ്ടായി. അവിടെ പൈസൻ്റെ സക്കാത്ത് കൊടുക്കണം. അപ്പം കൃഷിൻ്റെ വരുമാനത്തിന് സക്കാത്തുണ്ട്, കൃഷിക്ക് സക്കാത്തുണ്ട്. അതേതാ? മാതൃഭക്ഷണമായി ഉപയോഗിക്കുന്ന കൃഷിക്ക്. ഇവിടെ നെല്ലാണ് മാതൃഭക്ഷണമായി ഉപയോഗിക്കുന്നത്, അതിനിക്കിവിടെ നെല്ലിന് സക്കാത്തുണ്ട്. 150 പറ നെല്ലുണ്ടായാൽ ചെലവോടുകൂടി നനച്ചതാണെങ്കിൽ 20-ൽ 1 7.5 പറയും. ചെലവില്ലാതെ നനച്ചുണ്ടാക്കിയതാണെങ്കിൽ 10-ൽ 1 15 പറയും സക്കാത്തായി നൽകണം. ഗോതമ്പിൽ തൊലിയിൽ സൂക്ഷിക്കുന്നതാണെങ്കിലാണ് 150 പറ. തൊലിയിൽ സൂക്ഷിക്കാത്ത ഗോതമ്പ് പോലോത്തതാണെങ്കിൽ, ചോളം പോലോത്തതാണെങ്കിൽ അതിൽ 75 പറ മതി. തേങ്ങ വിറ്റ് വരുമാനം കിട്ടും. അത് ആദ്യം തന്നെ ചോദ്യത്തിൽ തന്നെ ഉത്തരം ഉണ്ടായിനോ. കൃഷിന്റെ വരുമാനത്തിന് സക്കാത്തുണ്ട്. കൃഷിക്ക് എന്നുള്ളവർക്ക് തേങ്ങക്ക് അതേമാതിരി സക്കാത്ത് ഇല്ല. കൃഷി എന്ന അടിസ്ഥാനത്തിൽ ഉള്ളത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് ഏത് മാത്രം അറിയങ്ങൾ? നെല്ല് മാത്രം. വേറൊന്നിനുമില്ല. വേറൊന്നിനുമില്ലാണ് കഴിച്ചില്ല നിൽക്കണ്ട. വേറൊന്നുമില്ല. അത് വിറ്റുകാണ്ട് കാശ് വരൂലേ?
വെണ്ടക്ക വിറ്റ്, കൈപ്പങ്ങ വിറ്റ്, പിന്നെ പിന്നെ മറ്റേ മറ്റേ ചെരങ്ങ വിറ്റ്, അങ്ങനെ കാശ് വരും. ആ കാശ് ഒരു വർഷം സൂക്ഷിച്ചു. ആ സൂക്ഷിച്ചാൽ കാശിന് സക്കാത്തുണ്ട്. അല്ല, അതിൽ കൃഷി നമ്മൾ ശ്രദ്ധിക്കുന്നതിന് ഇത്ര %, ശ്രദ്ധിക്കാതെ കിട്ടുന്ന വരുമാനത്തിന് വേറെ എന്നുള്ള ഒരു ഇതുണ്ടോ? നോട്ടുള്ള ഒരു തോട്ടത്തിൽ നിന്ന്, അതായത് നമ്മൾ ശ്രദ്ധിക്കുന്ന നനയൊക്കെയുള്ള ഒരു തോട്ടത്തിൽ നിന്ന് വരുമാനം ഒരു വർഷം കിട്ടുന്ന വിറ്റ് പൈസ അതിൽ വരുമാനം, അതിൽ കൃഷിയുടെ വരുമാനത്തിന് അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങളത് നോക്കി നനച്ചു, അതുണ്ടാക്കി, അതിൽ നിന്ന് വരുമാനം ഉണ്ടായി, ഒക്കെ പടച്ചോൻ തന്നത് തന്നെ. നോക്കിയപ്പോൾ അതിനനുസരിച്ചുള്ള കൂടുതൽ കിട്ടി, അപ്പം അതിനനുസരിച്ചുള്ള കുറച്ച് സക്കാത്തുക്കും പോവും. എല്ലാവർക്കും കൂടി അതെ. ഫസ്റ്റ് തുടങ്ങിയപ്പോൾ 40 പിന്നെ ഒരു വർഷം കണ്ട് തികഞ്ഞാൽ അവകാശികൾ 9 1 ഇജും ബാക്കി 8 അവകാശികൾ. അല്ല, നെല്ലിപ്പോ ധാന്യത്തിന് നമ്മൾ നനച്ചുള്ളതാണെങ്കിൽ ഇത്ര %, അല്ലെങ്കിൽ ഈ ശ്രദ്ധിക്കാതെ വെറുതെ കിട്ടുന്നതാണെങ്കിൽ കൂടുതൽ കൊടുക്കണം എന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരു നിലപാട് മറ്റു ധാന്യങ്ങളിലുണ്ടോ, മറ്റേ തേങ്ങയിലും ഇതിലുണ്ടോന്നോ? അതെ. കൃഷി എന്ന് പറഞ്ഞത് മാതൃഭക്ഷണത്തിൽ അല്ലാഹു തആല നൽകിയ ഒരു ഇളവാണ്. നിങ്ങൾ നല്ലോ അധ്വാനിച്ച് അങ്ങനെയൊക്കെ ആയി, നിങ്ങൾക്ക് ചെലവുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണോടത്ത് കുറച്ചാളി. അതേസമയം തേങ്ങ അടക്കായൊന്നും മാതൃഭക്ഷണമല്ല, അത് നമ്മളുടെ സമ്പത്തിലേക്ക് വരുന്നതാണ്. അതുകൊണ്ട് അവിടെ ഈ ഒരു പിന്നെ ഇളവിൻ്റെ ആവശ്യമില്ല. മാതൃഭക്ഷണം എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ ഘടകമാണ്. ആ അത്യാവശ്യ ഘടകത്തിൽ അല്ലാഹു തആല വെച്ച ഒരു ഇളവാണത്. അത് മറ്റുള്ളതിലേക്കില്ല. ഈ ബസ് ഓട്ടിക്കാണ്ട് കിട്ടുന്നു, അതേമാതിരി JCB ഇങ്ങനെയുള്ള വണ്ടിമെന്നുള്ള വരുമാനത്തിനാ? വണ്ടി JCB വാടക കൊടുക്കുക അല്ലേ? ബസ് സർവീസിന് ബസ് സർവീസ് നടത്തേണ്ടവർക്ക് വരുമാനം കിട്ടുമല്ലോ. അതെ, അതിനൊന്നും സക്കാത്തില്ല. ഇല്ല, JCBക്കും ഇല്ല. അല്ല. അതേസമയം ഒരു JCBക്ക് ഉണ്ട്. അതേതാ? നിങ്ങളെ ഒരാളെ കയ്യിൽ നിന്ന് നിങ്ങൾ മേൽവാടകക്ക് വേണ്ടി വാങ്ങി, വാടകക്ക് കൊടുക്കാൻ വേണ്ടി വേറൊരാളെ കയ്യിൽ നിന്നൊരു സാധനം വാങ്ങി. നിങ്ങൾ വാടകക്ക് കൊടുക്കല്ല, വാടകക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറൊരാളെ കയ്യിൽ നിന്ന് ഏത് വാങ്ങി? സാധനം വാങ്ങി. അങ്ങനെയുള്ള ഒരു സംഗതിയിൽ ആ മേൽവാടക ഒരു വർഷം തികയുമ്പോൾ, ആ ഒരു വർഷം തികയുന്ന ദിവസത്തിൽ അതിൻ്റെ വാടക സക്കാത്തിൻ്റെ നിസാബ് ഉണ്ടെങ്കിൽ അതിൽ സക്കാത്ത് കൊടുക്കണം. ഇപ്പം മലപ്പുറത്ത് നിങ്ങൾ 10 റൂം വാങ്ങി. ആ 10 റൂമിന് പിന്നെ ഉള്ള 10 റൂമിന് ഒരു വർഷം തികയുമ്പോൾ ആ അവസാനത്തെ ആ ശവ്വാൽ 1-ന് അതിൻ്റെ വാടക കൂട്ടുമ്പോൾ ഒരു 50,000 രൂപ വാടക ഉണ്ട് അന്നത്തെ ഒരു ദിവസം. എങ്കിൽ ആ 50,000-ൻ്റെ 40-1 സക്കാത്ത് കൊടുക്കണം. അപ്പൊ നമ്മള് കാശ് കൊടുത്ത് വാങ്ങിക്കാണ്ട് JCB ഓടിയുമ്പോൾ വരുമാനം കിട്ടുകയാണെങ്കിൽ കൊടുക്കണ്ട. ബസ്സിനും കോട്ടേഴ്സിനും ഒന്നുമില്ല. അവിടെയൊക്കെ ഓൻ മുതലാളിക്കാരടാ, അവിടെയൊക്കെ ഓൻ അങ്ങനെ കഴിച്ചിലാകാൻ പറ്റില്ല. അതിനൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാണ്ട് കുടയണ്ട. പിന്നെ അങ്ങനെയൊക്കെ ഏതായിരിക്കും? സമ്പന്നനായിരിക്കും. ഒരു 4 കോട്ടേഴ്സും 2 JCBയും ഒരു 8 ബസ്സും അങ്ങനെയൊക്കെ ഉള്ളവനും അവൻ്റെ കയ്യിൽ സമ്പത്ത് ഉണ്ടാവൂലേ? ഇതിൽ നിന്ന് കിട്ടിയ വരുമാനം, ആ വരുമാനം ഒരു വർഷം നിൽക്കുമ്പോൾ അതിന് സക്കാത്തുണ്ടല്ലോ. വരുമാനമായിട്ട് പോകാൻ വേറെ വണ്ടി വാങ്ങി, കോട്ടേഴ്സുള്ള ഒരു കോട്ടേഴ്സും കൂടി വാങ്ങിട്ടു, അല്ലെങ്കിൽ JCB വാങ്ങി, ബസ് വാങ്ങി, അപ്പൊ അങ്ങനെ വരുമാനം വരാം. എന്തായാലും ഓൻ കയറി പോവുക തന്നെയാണല്ലോ, ഇറങ്ങി വരല്ലോ. ഒരു കൊല്ലം JCB വാങ്ങി, എന്നിട്ട് പിറ്റത്തെ അതിൻ്റെ ഭൗതി വിറ്റു, അങ്ങനെയല്ലല്ലോ. ഒരു കൊല്ലം JCB വാങ്ങി, പിന്നത്തെ കൊല്ലം വേറെ വണ്ടി വാങ്ങി, പിന്നത്തെ കൊല്ലം വേറെ വണ്ടി വാങ്ങി, അപ്പോൾ മലയാളിയായി പോവാണ്. അപ്പം അതിനനുസരിച്ച് അവൻ്റെ അടുത്ത് സമ്പത്ത് വരും, ആ സമ്പത്തിന് സക്കാത്ത് ഉണ്ടാവും. ഒരു കാര്യം ഞാനിത് പറയുമ്പോൾ പറയാം, അങ്ങനെ വിടണ്ട. ഒരു കാര്യം ഇതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. സക്കാത്ത് മാത്രമേ സമ്പത്തിൽ അവകാശമുള്ളൂ, സമ്പത്തിൽ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ എന്ന് ചിന്തിച്ചതാണ് ചില ചോദ്യങ്ങളുടെ ആധാരം. അവിടെ നിങ്ങൾ ചിന്തിക്കണം, ഇന്ന ഫിൽ മാലി ലഹഖൻ സിവ സക്കാ. ഈ വിഷയത്തിൽ എൻ്റെ കടപ്പാട് നെല്ലിക്കുത്തുസ്താദിനോടാണ്. അല്ലാഹു തആല ദറജ വർദ്ധിപ്പിക്കട്ടെ. ഇന്ന ഫിൽ മാലി ലഹഖൻ സിവ സക്കാ. സമ്പത്തിൽ സക്കാത്തല്ലാത്ത ഒത്തിരി കടപ്പാടുകളുണ്ട്. ലഹഖൻ എന്ന തൻവീൻ അതിൽ തഅ്ലീമി ഐളൻ വലിത്തക്സീർ, വമ്പിച്ച ഒട്ടനവധി കടപ്പാടുകൾ സമ്പത്തിലുണ്ട്. സിവ സക്കാത്തി, സക്കാത്തല്ലാത്ത. ഉദാഹരണത്തിന് നമ്മളെ തൊട്ടടുത്ത വീട്ടിലൊരു പെണ്ണ്, ആ പെണ്ണിനെന്താ ഒരു മംഗല്യ സാഫല്യം ഉണ്ടാകാത്തത്? അതിനെന്താ ഒന്ന് കെട്ടിക്കാത്തത്? 2 പവൻ കമ്മിയായിട്ട് തിരിച്ചു പോയതാ. അതിങ്ങനെ മുരടിച്ച് നിൽക്കന്നെ. മറ്റോന് 10 പവനം കിട്ടിയെങ്കിലേ കിട്ടുള്ളൂ, അതോ എൻ്റെ വാശിയാണ്.
എന്നാൽ ആ കുട്ടിയെ 2 പവന്റെ ഒരു കമ്മിക്ക് ഇങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ്. ഇന്ന ഫിൽ മാലി ലഹഖൻ സിവ സക്കാ. ആ 2 പവനം നമ്മളാണ് വലിച്ചിട്ട് കൊടുക്കണം. ഇത് സക്കാത്ത് ബന്ധപ്പെട്ടാൽ അത് JCBന്റെ വാടക. അവിടെ പക്ഷെ അത് നിർബന്ധമല്ലല്ലോ, സക്കാത്ത് നിർബന്ധമല്ലേ? അത് കൊടുത്തില്ലെങ്കിൽ കുറ്റമില്ല. എന്താ ലഹക്കൻ എന്നതിന്റെ അർത്ഥം? ലഹക്കൻ എന്ന നിർബന്ധ കടപ്പാട് എന്നാണ് ലഹക്കൻ എന്നതിന്റെ അർത്ഥം. ഉദാരത എന്നും ഔദാര്യം എന്നുമല്ല. ഇന്ന ഫിൽ മാലി ലഹഖൻ സിവ സക്കാ എന്നതിന്റെ അർത്ഥം നിശ്ചയമായും സമ്പത്തിൽ സക്കാത്തല്ലാത്ത നിർബന്ധ ബാധ്യതകളുണ്ട്. 160 വീടുകൾ നമ്മുടെ അയൽക്കാരാണ്. ഇടഭാഗത്തേക്കും വലതുഭാഗത്തേക്കും മുൻഭാഗത്തേക്കും പിൻഭാഗത്തേക്കുമുള്ള 40 വീടുകൾ അയൽവാസികൾ എന്ന ഗണത്തിൽപ്പെടുന്നു. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് ഉണ്ണുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ലെന്ന തിരുനബി വചനം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സക്കാത്തല്ലാത്ത കടപ്പാടിൽപ്പെട്ടതാണ്. മംഗല്യ സാഫല്യം അന്യം നിന്ന് പോയ ഒരു സഹോദരിക്ക് 1, 2, 3 പവൻ കൊടുത്താൽ അവൾ ഒരു കഞ്ഞിക്കലാകുമെങ്കിൽ അത് നമ്മുടെ സമ്പത്തിലുള്ള നിർബന്ധമായ കടപ്പാടാണ്. ചുരുട്ടിമടക്കി എയ്ത്തില്ലെങ്കിൽ 150, എയ്ത്തുണ്ടെങ്കിൽ 200 കൊടുക്കുന്ന രീതിയല്ല ഇത്. വലിച്ചിട്ടാണ് കൊടുക്കണം. തേങ്ങാത്തോട്ടത്തിൻ്റെ വാടക വരും. ഈ വാടകകൾ മുഴുവനും വരും. ആകെ ഒരു സക്കാത്തേ ഉള്ളൂ കൊടുക്കാൻ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. കച്ചവടത്തിന്റെ സക്കാത്ത് കുറെ പറഞ്ഞാണ്. അപ്പൊ സ്റ്റോക്ക് എടുത്തിട്ട് നമുക്ക് കിട്ടാനും കൊടുക്കാനും ഉള്ളത് കഴിച്ചിട്ടാണോ സക്കാത്ത് കൊടുക്കേണ്ടത്? ഏജൻസികൾ സാധനം ഇറക്കി തന്നുകൊണ്ടുള്ള കച്ചവടമുണ്ട്. ഏജൻസികൾ സാധനം ഇറക്കി തന്നാലും നിനക്ക് പൂർണ്ണ അധികാരമുള്ള സാധനങ്ങളും ഉണ്ട്. ഈ 2 വസ്തുക്കളിൽ നിന്ന് ഏജൻസികൾ സാധനം ഇറക്കി തരുന്നു, ചെലവായില്ലെങ്കിൽ അവർ തന്നെ തിരിച്ചു കൊണ്ടുപോകും. അങ്ങനത്തെ സാധനത്തിൻ്റെ സക്കാത്ത് നീ നൽകേണ്ടതില്ല. അതേസമയം നീ ബോംബെയിൽ പോയി ഡൽഹിയിൽ പോയി സാധനം എടുത്തു കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു സാധനം അയച്ചു തന്നു, ചെലവായാലും ചെലവായില്ലെങ്കിലും അതിൻ്റെ ബില്ല് പരിപൂർണമായും നീ അടച്ചിരിക്കണം. അത് നിന്റെ മുതലാണ്, അത് നീ സക്കാത്ത് കൊടുക്കണം. നിന്റെ സ്റ്റോക്കിൽ ഉള്ള എല്ലാ സാധനങ്ങൾക്കും അതിൻ്റെ സ്റ്റാൻഡേർഡ് വില വെച്ച് സ്റ്റോക്ക് എടുപ്പ് നടത്തി അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. കടം ആയി കൊണ്ടുവന്നതാണെങ്കിലും സ്റ്റോക്ക് എടുപ്പ് നടത്തി സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ വിശദമായ രീതി മുൻഭാഗത്ത് വന്നതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. അതിലപ്പോൾ ഒരേ സംഖ്യക്ക് 2 ആൾ സക്കാത്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അത് ഞാനിപ്പോൾ ഒരാൾക്ക് സാധനം കൊടുത്തക്കണെങ്കിലേ അവിടെ 2 ആള് സക്കാത്ത് കൊടുത്തപ്പോഴേ വേദന ഉണ്ടായുള്ളൂ. 2 ആൾക്കും കൂടി ലാഭം കിട്ടിയപ്പോൾ ചിന്തിച്ചിട്ടില്ല. ബില്ലിന്ന് ആ സാധനം അടിച്ചു വന്നപ്പോൾ ആ സാധനത്തിന് 10 രൂപ, ബോംബെയിലെ സ്റ്റോറിലേക്ക് വന്നപ്പോൾ 20 രൂപ, അത് കോഴിക്കോട്ടെത്തിയപ്പോൾ 40 രൂപ, അത് മലപ്പുറത്തെത്തിയപ്പോൾ 80 രൂപ. ഇതിനെത്ര ഇടത്തട്ടുകാർ ഇതിൽ തന്നു? ഈ ഇടത്തട്ടുകാർക്കൊക്കെ ലാഭം കിട്ടിയാലോ? ഈ ഇടത്തട്ടുകാരൊക്കെ കച്ചവടം എന്ന അടിസ്ഥാനത്തിൽ അവർ സക്കാത്തും കൊടുക്കണം. ഒരു മുതലിന് എന്തിനാ അങ്ങനെ വെക്കുന്നു? ഒരു മുതൽ കമ്പനിയിൽ നിന്ന് വില്ലിൽ നിന്ന് ഒരു തുണി അടിച്ചു വന്നാൽ അത് എത്ര കൈമാറിയാണ് വരുന്നത്? 5ഉം 8ഉം ഏജന്റുമാർ കൈമാറി വരുന്നു ആ കച്ചവടം. 8 ആളും കൊടുക്കണം. 8 ആൾക്കും കിട്ടണില്ലേ? 5 രൂപയ്ക്ക് കമ്പനിയിലെ തുണി മലപ്പുറത്തെത്തിയപ്പോൾ 80 നമ്മളെ കൈകളിലെത്തുന്നു. അവസാനത്തെ ആർക്കാണ് കിട്ടിയത്? ഞങ്ങളാ 80 സഹിച്ചു. എനിക്ക് അതിന് ചെറിയ വീതം കിട്ടി, അതിൻ്റെ മുമ്പത്താക്ക് കിട്ടി, അതിൻ്റെ മുമ്പത്താക്കും കിട്ടി, അതിൻ്റെ മുമ്പത്താക്ക് നല്ലോണം കിട്ടി. ഉണ്ടാക്കിയാക്കോ ഒരു ചെറിയ തങ്കെട്ടി. തന്നെ പച്ചക്കറി കച്ചവടം ചെയ്ത മാതിരിയാ. ഉണ്ടാക്കി കുഴിച്ചിട്ട് കയ്പങ്ങൊക്കെ ലോഡാക്കി കൊണ്ടുപോയി അത് തലച്ചോടേറ്റി അത് കൊണ്ടുപോയതിന് ലേശം. അതിൻ്റെ ഇടത്തട്ടിലുള്ള ആളുകൾക്കോ ബം ബം ബം.